Good afternoon, everyone. Am I audible to you? Yes, sir. Okay, thank you. So, you guys did not attend the second session, right? So, is there anyone who have attended that session and is attending once again? Or I think all of you are new, right? Sir, തുടക്കത്തിലെ കുറച്ച് മിസ്സായിരുന്നു. Okay. No problem. Yeah, sure. So, let's start with the session, okay? And let others join in the meanwhile if there are people left to join. So, we have to start from where we have left off in the first session, because I'm considering all of you haven't, watched that particular second session. So, ഞാൻ എങ്ങനെയാണോ അന്ന് ആ ക്ലാസ്സിൽ എടുത്തത് അതിനെ പോലെ റിപ്ലിക്കേറ്റ് ചെയ്യാനാണ് ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി അന്ന് ട്രെയിനും കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും അങ്ങനെ റെക്കോർഡിങ്സിലൊക്കെ കുറച്ച് പ്രശ്നം വന്നു. ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. അപ്പം ഇൻ ദ ഫസ്റ്റ് സെഷൻ വെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഫാമിലി, നമ്മൾ കൂടുതലായിട്ട് എന്താണ് ചെയ്തത്? വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് ഇസ് ഫാമിലി, അല്ലേ, വാട്ട് ആർ ദ ഡിഫറെന്റ് ഫങ്ഷൻസ് ഓഫ് ഫാമിലി. അതിനകത്ത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ ഒരു ഫങ്ഷണൽ തിങ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. We mainly discussed about Talcott Parsons, what Talcott Parsons have mentioned about family, and the functions are family performs according to Talcott Parsons. Can anyone answer? We have discussed about this in the first session. And Talcott Parsons പറഞ്ഞിരിക്കുന്ന രണ്ട് functions. Can anyone tell me? ഇല്ല, മറന്നുപോയോ? ഓക്കെ, താൽക്കോട്ട് പാസൻസ് പറഞ്ഞ കാര്യം, രണ്ട് ഫങ്ഷൻസ് ആണ് ഫാമിലി പെർഫോം ചെയ്യുന്നത്. ഒന്നെന്താണ്? ഇറ്റ് ഈസ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. വാട്ട് ഈസ് അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ മീൻ? എന്താണ് അതിന്റെ മീനിങ്? ഇറ്റ് മീൻസ്, what does it mean? Adult personality stabilization mean നമ്മളിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലാണ് എല്ലാവരും താമസിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ താമസിക്കുന്ന സമയത്ത്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് അഡൽട്ട് മെയിൽസ് who are actually going out and working according to Talcott Parsons. ഇപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും അഡൽട്ട് മെയിൽ മാത്രമാണ് പുറത്തു പോയി വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ താൽക്കോട്ട് പാസൻസിന്റെ എക്സ്പ്ലനേഷനിൽ താൽക്കോട്ട് പാസൻസ് പറഞ്ഞ എന്താണ്? ഇൻ സച്ച് കേസ് വെയർ അഡൽട്ട് മെയിൽസ് പുറത്തു പോയി വർക്ക് ചെയ്യുന്ന സമയത്ത്, ഇൻ ദിസ് കറന്റ് സിറ്റുവേഷൻ വെയർ വി ഹാവ് ഹ്യൂജ് കോമ്പറ്റീഷൻ, അവർ എന്ത് ചെയ്യും? ദേ വിൽ ബി ഹാവിംഗ് ദിസ് കൈൻഡ് ഓഫ് ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അവർക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയുള്ള സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ അവർക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ക്യാൻ ഹാവ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ സൊസൈറ്റി. കാരണം ഒരുപാട് സ്ട്രെസ്സിലും എല്ലാം ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വളരെ മോശമായ രീതിയിൽ ചിലപ്പം സൊസൈറ്റിയിൽ റിയാക്ട് ചെയ്തെന്ന് വരാം. ഒരു എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഓക്കെ, സോ ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഇൻ എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. ദേ വെർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് റിസോഴ്സസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ആ ഇൻഡസ്ട്രിയിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെമ്യൂണറേഷനോ പ്രോപ്പർ ആയിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനോ അങ്ങനെയൊന്നും അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് സംഭവിക്കാം? അവിടെ അവർ ഫ്രസ്ട്രേറ്റഡ് ആവാം. അവരങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം? അവർ ചിലപ്പം അവിടെ അറ്റാക്സിലേക്ക് പോയിന്ന് വരാം. ആ അറ്റാക്സിലേക്ക് പോകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാക്സിൽ പോകുന്നത് മോശമാണ്, അല്ലെ? അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവരുടെ റിക്വസ്റ്റ് എന്ത് ചെയ്യാം? ആൾക്കാരുടെ അടുത്ത് അവിടെ പറയാം, റൈറ്റ്, നമ്മൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്മീഷൻസിൽ എന്ത് ചെയ്യാം? കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ ഇഫ് സപ്പോസ് ഇവരെ ആരും കേൾക്കാനില്ല, ഇവരുടെ ഫ്രസ്ട്രേഷൻ ആരും അഡ്രസ് ചെയ്യാനില്ല എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവർ ചിലപ്പോൾ അവർക്ക് ഇമ്പൾസീവ് ആയിട്ട് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യാം? റിയാക്ട് ചെയ്തെന്ന് വരാം. ആ റിയാക്ഷൻ പലപ്പോഴും എന്തായിരിക്കാം? വയലന്റ് ആയിരിക്കാം, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഇഷ്യൂസ് സൊസൈറ്റിയിലേക്ക് വരാം. അപ്പൊ അതിന് പകരം സപ്പോസ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്ത് നമ്മൾക്ക് വളരെയധികം കംഫർട്ട് തരാനും നമ്മളുടെ ആ ഇഷ്യൂസിൽ നമ്മളെ കൂടെ നിൽക്കാനും നമുക്ക് അതുവഴി നമ്മളുടെ ഒരു പ്രഷർ റിലീവ് ചെയ്യാനും പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഫാമിലി ഒരുക്കുന്നത്, അല്ലെ? ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ വർക്കിൽ ഡേ ടു ഡേ ബേസിസിൽ വർക്കിൽ ഒരു കാര്യം പറയാം. ഇപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. വൈ? ബിക്കോസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു കോപ്പ് അപ്പ് വിത്ത് ദ കറന്റ് നേച്ചർ ഓഫ് വർക്ക്, അല്ലെ? അവർക്ക് ഈ പറയുന്ന വർക്ക് ഭയങ്കര ഹെക്ടിക് ആവുന്നു.
അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കൺസേൺസ് കാരണം പലരും എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലുള്ള സൂയിസൈഡൽ ടെൻഡൻസീസും സൂയിസൈഡ് കമ്മിറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ എന്ത് ചെയ്യും, ഇതേപോലുള്ള ഫാമിലി എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദം. അതാണ് ഈ അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഉദ്ദേശിച്ചത്. അതേപോലെ പറഞ്ഞ വേറൊരു കാര്യമാണ് എന്താണ്, പ്രൈമറി സോഷ്യലൈസേഷൻ. സോ വാട്ട് ഈസ് പ്രൈമറി സോഷ്യലൈസേഷൻ? പ്രൈമറി സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് അവർ വീട്ടിൽ നിന്നാണ് അല്ലെ, ദ ചിൽഡ്രൻ ലേൺ തിങ്സ് ഫ്രം ദ ഫാമിലി. Now that is very important. So when it comes to raising the next generation, what we do is നമ്മൾ സൊസൈറ്റിയുടെ വാല്യൂസും സൊസൈറ്റിയിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുവഴി സൊസൈറ്റിയിൽ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു, വി ആർ ഏബിൾ ടു ക്രിയേറ്റ് സ്റ്റെബിലിറ്റി ആൻഡ് സർട്ടനിറ്റി ഇൻ ദ സൊസൈറ്റി. അല്ലെ, എല്ലാവരും ഓരോരോ രീതിയിൽ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ സൊസൈറ്റിയിൽ എന്തുണ്ടാവില്ല, ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ഒരു ഓർഡർ ഉണ്ടാവില്ല, അല്ലെ, അവിടെ കെയോസ് ഉണ്ടാവും. So, in order to avoid chaos, in order to avoid orderliness, instability in the society, we need to ensure that society-ലുള്ള major ആയിട്ടുള്ള എല്ലാ ആൾക്കാരും they behave and follow the same values, right? So, in order for them to follow the same values, ആരാണ് ആ values കൊടുക്കേണ്ടത്? From where do they get that values? It is from inside the family. അപ്പൊ നമ്മൾ കേരള സമൂഹത്തിൽ ജനിച്ച, കേരളത്തിൽ വളരുന്ന, കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരില് എന്തുകൊണ്ടാണ് ഒരു സിമിലർ വാല്യൂസ് എല്ലാവരും ഫോളോ ചെയ്തത്? ഇറ്റ് ഇസ് ബിക്കോസ് കേരളത്തിലുള്ള എല്ലാ പേരൻസും അവരുടെ ചിൽഡ്രന് കൊടുക്കുന്ന സോഷ്യലൈസേഷനിലെ കൂടി ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ എക്സ്പെക്ടഡ് ടു ബിഹേവ് ഇൻ ദിസ് പെർട്ടിക്കുലർ മാനർ ഇൻ കേരള സൊസൈറ്റി. അല്ലെങ്കിൽ ദേ നോ ദാറ്റ് ഹൗ വാട്ട് കൈൻഡ് ഓഫ് വാല്യൂ സിസ്റ്റംസ് വി ആക്ച്വലി ഫോളോ ഇൻ ദിസ് സൊസൈറ്റി. So it is based on that kind of values that we transfer to the next generation, that they also follow the same system, same culture and same tradition. അല്ലെ, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അതിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക. അപ്പം കേരളത്തിൽ നിന്നുള്ള ഒരാള് US ജനിച്ച് അവരുടെ ചുറ്റുപാടിൽ മൊത്തം, സപ്പോസ് കേരളത്തിൽ ഒരു കുട്ടി ജനിച്ചു, പക്ഷെ ആ കുട്ടിയുടെ പേരൻസ് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്തു, കുട്ടി ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയി. അപ്പൊ എന്താണ്, സപ്പോസ് പുറത്തു നിന്നുള്ള ഒരു കപ്പിൾ വന്ന് ഈ കുട്ടിയെ അഡോപ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോയി. ഇവൻ തോ ആ ബേബി ജനിച്ചത് ഒരു കേരള പേരൻസിനാണെങ്കിലും ആ ബേബി വളരുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, കേരള പേരൻസിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കുമോ? ഒരിക്കലും അല്ല, റൈറ്റ്. അവര് വളരാൻ പോകുന്നത് എന്താണ്, അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ആ പേരൻസ് കൊടുക്കുന്ന വാല്യൂസ് ആണ്. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബിഹേവ് ചെയ്യുന്ന പല കാര്യങ്ങളിലും എന്തുണ്ട്, നമ്മൾ ആ സോഷ്യലൈസേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് ജനറ്റിക് ആണെന്നോ അല്ലെങ്കിൽ നാച്ചുറൽ ആണെന്ന് പറഞ്ഞാലും കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് നാച്ചുറൽ, അതായത് നമ്മളെ ചില ടേസ്റ്റുകളും ചില കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിരിക്കാം. അത് നാച്ചുറൽ ഇൻ ദ സെൻസ് ബയോളജിക്കൽ ആയിരിക്കാം, നമുക്ക് ജനറ്റിക്കലി കിട്ടുന്നതായിരിക്കാം. പക്ഷെ അതിന്റെ അപ്പുറം അതിന്റെ കൂടെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോഷ്യലൈസേഷൻ. ക്ലിയർ? അപ്പം ഈ ഒരു രീതിക്ക് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലി ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് അക്കോർഡിംഗ് ടു താൽപർട്ട് ഫംഗ്ഷൻസ് ഇത് രണ്ടുമാണ്. ഇതേപോലുള്ള ഒരുപാടധികം വേറെയും ഫംഗ്ഷൻസ് നമ്മൾ എന്ത് ചെയ്തു, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ സോഷ്യൽ ഫംഗ്ഷൻസ്, വി ഡിസ്കസ്ഡ് അബൌട്ട് ദ ബയോളജിക്കൽ ഫംഗ്ഷൻസ്, വി ഡിസ്കസ്ഡ് അബൌട്ട് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻസ് അല്ലെ, എക്കണോമിക്കൽ ഫംഗ്ഷൻസ്, അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇൻസ്റ്റെഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിട്ടിക്കൽ വ്യൂസ് ഓഫ് ഫാമിലി, ഇവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തത്, നിർത്തിയത്. അപ്പൊ എന്താണ് ഈ ക്രിട്ടിക്കൽ വ്യൂസ് ഓഫ് ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത്? ആസ് ഐ മെൻഷൻഡ് ഓൾറെഡി, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കൂടുതലും ഫാമിലിയുടെ ഫംഗ്ഷൻസിനെ കുറിച്ചും ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നും എത്രത്തോളം അടിപൊളിയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷേ യു നീഡ് ടു ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫാമിലി അങ്ങനെ എപ്പോഴും അടിപൊളിയാണെന്ന് അഭിപ്രായം എല്ലാവർക്കും തന്നെ ഇല്ല. Right, there are people who say that families and they also carry a lot of dysfunctions as well. That means negative aspects are also attached to family. അപ്പൊ എന്താണ് ഈ നെഗറ്റീവ് ആസ്പെക്ട്സ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും എന്താണ് ഫാമിലിനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ? നിങ്ങൾ എല്ലാവരും ഫാമിലിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ യു ഓൾസോ നോ ദ ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ഫാമിലി. എന്തൊക്കെ ഇഷ്യൂസ് ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? Can anyone tell me? ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, ചാറ്റിൽ നിങ്ങൾക്ക് അത് ടൈപ്പ് ചെയ്ത് വെക്കാം. There is no problem with that. If you want to unmute yourself, നിങ്ങൾക്ക് അതും ചെയ്യാം. Anything can be done, but നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. Lack of individuality, very good. അല്ലെ, ഫാമിലിയിൽ എത്തുന്ന സമയത്ത് എന്താണ്, ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളത് ഫാമിലി അക്സെപ്റ്റ് ചെയ്യുന്നത് കുറവാണ് അല്ലെ. ഇൻസ്റ്റന്റ് നമുക്ക് പലപ്പോഴും കാണുന്ന എന്താണ്, നമ്മളുടെ മേളിൽ ഫാമിലിയുടെ വാല്യൂസ് അടിച്ചേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ഫാമിലിക്കുള്ള വാല്യൂസിനനുസരിച്ച് അവിടെയുള്ള കുട്ടികളുടെ ജീവിത ശൈലിയും അവരുടെ ഔട്ട്ലുക്കും അപ്രോച്ചും ഒക്കെ വിൽ ബി ഡിഫറെന്റ്, റൈറ്റ്? See, the way I view the society and people will be different from the way you
view the society and people. അതുകൊണ്ടാണ് ആ ഡിഫറൻസ് വരുന്നത്. ഇറ്റ് ഇസ് മെയിൻലി ബിക്കോസ് എന്റെ ഫാമിലിയിലുള്ള വാല്യൂസും യുവർ ഫാമിലിയിലുള്ള വാല്യൂസും ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. സോ ദാറ്റ് ക്യാൻ ബി മെൻഷൻ. അടുത്തത് പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് നോട്ട് ഇവൻ കൺസേൺ, റൈറ്റ്? നമ്മളെ പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കാത്തതിന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് പറയാം, അല്ലെ? അതായത് ഫാമിലിക്ക് എന്താണ് ഉചിതം, അല്ലെ? അതുകൊണ്ടല്ലേ ഇപ്പൊ പലപ്പോഴും എന്ത് സംഭവിക്കുന്നത്, ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കരിയറിന്റെ ചോയ്സസ് എടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെ? നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സ്പോർട്സിലേക്കാണ് എനിക്ക് ഇപ്പം സപ്പോസ് ഇഫ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സ്, പക്ഷെ പലപ്പോഴും ഫാമിലീസ് എന്ത് ചെയ്യില്ല, അത് അക്സെപ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ദേ ഫീൽ ലൈക്ക് സ്പോർട്സിന്റെ പുറകെ എല്ലാം പോയി കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയില്ലെങ്കിലോ. But they always, ask you to go for some kind of professional courses like engineering, medicine, അങ്ങനെയൊക്കെ പോകാനുള്ള പ്രഷർ ഉണ്ടാവാം, അല്ലെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം, ബിക്കോസ് ആ പെർട്ടിക്കുലർ അങ്ങനെ കല്യാണം കഴിക്കുന്ന നമ്മളുടെ ഫാമിലിക്ക് ഇത് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞു. സോ ഇവിടെയൊക്കെ സംഭവിക്കുന്ന എന്താണ്, ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെടുന്നുണ്ട്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കുറെ ഡിപ്പെൻഡൻസീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെ? എവ്രി വൺ ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ഈച്ച് അതർ വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ഫാമിലി. ഇപ്പം ഫാദർ മദർ നോക്കിയാലും, ഫാദർ പേരന്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പ് നോക്കിയാലും, എല്ലാം റെസ്റ്റ് ഓൺ ഡിപ്പെൻഡൻസി. ആൻഡ് ദാറ്റ് ടു ഫിനാൻഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടുതലാണ്. അത് ഇന്ന വേ നല്ലതല്ല, ബിക്കോസ് സംടൈംസ് ഈ പറയുന്ന മൊത്തം റെസ്പോൺസിബിലിറ്റി ഒരു സിംഗിൾ പേഴ്സന്റെ മുകളിൽ വരാം. ദാറ്റ് ക്രിയേറ്റ്സ് അൺഡ്യൂ പ്രഷർ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. പറയാം ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, എന്താണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് ഉദ്ദേശിച്ചത്? നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞാൻ നിങ്ങളുടെ ഫാമിലിയിലെ ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കും കേട്ടോ. ഇത്രയൊക്കെ കംപ്ലൈൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയും. ഓക്കെ, ജസ്റ്റ് കിഡിങ്. അപ്പം ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഓക്കെ, എനിവേ, ഡിക്റ്റേറ്റർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഫാമിലിയിലെ ഫാദറിന്റെ ഡിക്റ്റേറ്റർഷിപ്പ്. ഓക്കെ, ലാക്ക് ഓഫ് ഇൻഡിവിജ്വൽ ഗ്രോത്ത്. ഗുഡ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വൽ ഒരു ഗ്രോത്തിനോ ഇൻഡിവിജ്വൽ ആസ്പെക്ടിനോ നമുക്ക് ചില സമയത്ത് നമ്മളുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം കമ്പാരിറ്റീവ്ലി കുറയാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റ് ആണ്. സ്മോൾ ഡിസിഷൻ റൺസ് ബൈ എവ്രി വൺ. ഓക്കെ, പാമ്പറിംഗ് ടു മച്ച് റിസൾട്ടിങ് ഇൻ ഫൈൻഡിങ് ഹെൽപ്ലെസ് ഇൻ സ്ട്രഗിൾസ്. ഓക്കെ, ഇൻസ്റ്റിലിംഗ് ഐഡിയാസ് വിച്ച് ആർ കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് റാഷണാലിറ്റി. വെരി ഗുഡ്. ഇപ്പൊ നമുക്ക് സൂപ്പർസ്റ്റിഷനെ കുറിച്ച് പറയാം, അല്ലെ? ഫാമിലീസിലേക്ക് കൂടിയാണ് പല സൂപ്പർസ്റ്റിഷൻസും എന്ത് ചെയ്യുന്നത്, ക്യാരി ഫോർവേഡ് ആവുന്നത്, അല്ലെ? നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, കണ്ണുകൊള്ളും, അതാവും ഇതാവും എന്നൊക്കെ പറയുന്ന ഒരുപാട് അധികം സൂപ്പർസ്റ്റിഷൻസിനെ കുറിച്ച് പറയാം. ലാക്ക് ഓഫ് ഫ്രീഡം, അല്ലെ? നമുക്കൊരു ഫ്രീഡം എന്ന് പറയുന്ന സംഭവം, അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇസ് നോട്ട് ഗിവൺ ഇൻ സൈഡ് ഫാമിലി. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുക, അല്ലെ? ഇപ്പൊ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദാറ്റ് ഓഫ് ഗേൾസ്, യൂഷ്വലി ദേ ആർ നോട്ട് അലൗഡ് ടു ഡു തിങ്സ് ദാറ്റ് ദേ ലൈക്ക്. ഇവൻ കമ്പാരിറ്റീവ്ലി ഐ തിങ്ക് ബോയ്സിന് കുറച്ചും കൂടി അധികം എന്ത് കിട്ടുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് ദേ ഗെറ്റ് തിങ്സ്. പക്ഷേ ഗേൾസിന്റെ കേസിൽ എത്തുമ്പോൾ ദേ ആർ നോട്ട് അലൗഡ് ടു വെയർ തിങ്സ് ദാറ്റ് ദേ ലൈക്ക്, ദേ ആർ നോട്ട് അലൗഡ് ടു ഗോ ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലേറ്റ് നൈറ്റ്. അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കും. ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ഫാമിലി വാല്യൂസും അതിന്റെയൊക്കെ കാര്യമാണ്. സോ ഇതൊക്കെ വളരെ ജനറിക് ആയിട്ട് കമ്പാരിസൺ വിത്ത് അതേഴ്സ്. ഓക്കെ, ക്ലാസിക്കൽ ഇന്ത്യൻ ഫാമിലി, അല്ലെ? ഇന്ത്യൻ ഫാമിലിയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്താണ്, സ്വന്തം വീട്ടിലുള്ള കുട്ടികളെ മറ്റുള്ള വീട്ടിലുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനുള്ളതും. ഓക്കെ, എനിക്ക് നിങ്ങളുടെയൊക്കെ വിഷമം മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കുഴപ്പമില്ല, എല്ലാം ശരിയാവും. ഓക്കെ, ഇനി സിവിൽ സർവീസ് കിട്ടുന്നതോടെ എല്ലാം ശരിയാവുന്നതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. സിവിൽ സർവീസ് അല്ലാത്ത സംഭവങ്ങളിലേക്ക് കൂടിയും ഇതൊക്കെ ശരിയാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ് ഫ്രം ഒരു സോഷ്യോളജിക്കൽ സ്ട്രെസ് ടു ഫോളോ ദ നോംസ്. കറക്റ്റ്, അതും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. സ്ട്രെസ് ടു ഫോളോ ദ നോംസ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു 20 ഗേൾസിന്റെ കേസിലാണെങ്കിൽ അറൌണ്ട് ഒരു 23-24 ഒക്കെ ആകുമ്പോഴത്തേക്ക് പ്രഷർ തുടങ്ങും, അല്ലെ? എന്തുകൊണ്ട് കല്യാണം കഴിക്കാത്തത്, എന്താ കല്യാണം കഴിക്കാത്തത്, വീട്ടിൽ നിന്ന് ആലോചന നോക്കട്ടെ, ആലോചനകൾ വരുന്നുണ്ട്. വെൻ ഇറ്റ് കംസ് ടു മെയിൽ ഒരു 30 അറൌണ്ട് ഒക്കെ ആകുമ്പോഴത്തേക്ക് തുടങ്ങും എന്താണ്, കല്യാണം കഴിക്കുന്നില്ലേ, അങ്ങനെയുള്ള സംഭവം. ഇനി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇഫ് സപ്പോസ് യു ഡോണ്ട് വാണ്ട് ടു ഹാവ് കിഡ്സ്, അതൊന്നും സൊസൈറ്റീന്റെ അടുത്തോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫാമിലിയുടെ അടുത്തോ പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ അടുത്തത് എന്താണ് അവർ ചോദിക്കാൻ തുടങ്ങുന്നത്, കുട്ടികളായില്ലേ, എന്താ കുട്ടികളാവാത്തത്, ഡോക്ടറെ കാണിക്കുമോ എന്നൊക്കെയുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാം. റൈറ്റ്, ഇനി കുട്ടികളായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വീട് വെക്കാത്തത്, അങ്ങനെ കുറെ സീരീസ് ഓഫ് തിങ്സ്. അപ്പൊ അതും ഒരു പ്രഷറാണ്, അല്ലെ? ഇഫ് സപ്പോസ് ഒരാൾക്ക് കല്യാണം കഴിക്കണ്ട, ഇറ്റ്സ് നോട്ട് പോസിബിൾ. എക്സ്റ്റെൻഡഡ് ഫാമിലി മെമ്പേഴ്സ് ഒപ്പീനിയൻ റിഫ്ലക്ട് ഓൺ ചൈൽഡ്സ് കരിയർ ഓർ ലൈഫ് സ്റ്റൈൽ. എക്സാക്ട്ലി, അതാണ് ഫാമിലി ആസ് എ ഹോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്.
Okay, sorry guys. Yeah. So yeah, extended families in the anangilum, see everything has actually will have an impact on the child. So there's no doubt about that. Now let's discuss about the critical views on family when it comes to that of different thinkers in the point of view. The conflict perspective in the perspective. See, I already discussed when it comes to sociology, there are different perspectives. We have functionalist perspective, we have conflict perspective, we have interactionist perspective, and different perspectives. What is functionalist perspective? Where they only look into the functional aspects of the society. ഇപ്പം എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റിയിൽ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും അതിന്റെ നല്ല വശങ്ങളെ കുറിച്ചും മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് എന്ത് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവരെല്ലാത്തിനും വളരെ ക്രിട്ടിക്കൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതിനെയൊക്കെ കുറച്ചും കൂടി ഒരു ക്രിട്ടിക്കൽ രീതിയിൽ അതിന്റെയൊക്കെ നെഗറ്റീവ് ആസ്പെക്ട്സിനൊക്കെ വേണമെങ്കിൽ അവരെന്ത് ചെയ്യും, ഹൈലൈറ്റ് ചെയ്യും. ആ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവിനകത്ത് വരുന്ന രണ്ട് ഇമ്പോർട്ടന്റ് പെർസ്പെക്റ്റീവ് ആണ്, ഒന്ന് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവും പിന്നൊന്ന് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവും. സോ എന്താണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്? അപ്പൊ ഞാനിവിടെ ആ ഒരു ആംഗിൾ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. സോ വെൻ ഇറ്റ് കംസ് ടു ദ ഓവറോൾ പെർസ്പെക്റ്റീവ്സ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി, അതിനകത്ത് വി ഹാവ് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്, വി ഹാവ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് വി ഹാവ് ഒരു ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് പറയാം. ഓക്കെ, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ പഠിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. Functionalist perspective always look into the functional and the positive aspects of the family or any institution in the society. Conflict perspective can be divided into two, Marxist perspective as well as feminist perspective. I have already mentioned that when it comes to that of the conflict perspective, what they do is they look at things in a critical way. Okay, very critical ആയിട്ടാണ് അവരെല്ലാത്തിനെയും കാണുന്നത്, കുറച്ചുകൂടി ഒരു കോൺഫ്ലിക്ച്വൽ ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അതാണ് കോൺഫ്ലിക്ച്വൽ ഓർ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്. Now, ഇതിനകത്ത് വരുന്നതാണ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. സോ വാട്ട് ഇസ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്? മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ചെയ്യുന്നത് എന്താണ്, ദേ കൺസിഡർ എവറിത്തിങ് ഓൺ ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എന്താണ്, എക്കണോമിക്സ് അല്ലെങ്കിൽ വെൽത്ത്. സോ ദേ സേ ദാറ്റ് വാട്ട് എവർ തിങ്സ് ദാറ്റ് ഈസ് ദെയർ ഇൻ ദ സൊസൈറ്റി ഈസ് ഓൾ ക്രിയേറ്റഡ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. And why are capitalists creating such institutions in the society? And they say that the purpose of the capitalists to create these institutions in society is to exploit ആരെയാണ്, പാവപ്പെട്ട ആൾക്കാർ. അപ്പൊ പാവപ്പെട്ടവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും. അത് ഫാമിലി ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, എന്തും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അവരെന്താണ് ചെയ്യുന്നത്, എപ്പോഴും വിമന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുന്നതും. അപ്പൊ അവരെന്ത് ചെയ്യും, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എടുത്തിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എന്താണ്, ഫാമിലി, റിലീജിയൻ, അല്ലെ, പൊളിറ്റിക്സ്, ഇതൊക്കെ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്ക് കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഉദ്ദേശിക്കുന്നത് ഇത് തന്നെയാണ്. ഫാമിലി, റിലീജിയൻ, പൊളിറ്റിക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഈ ഓരോ സാധനങ്ങളെ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനകത്ത് ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും വിമൻ എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫാമിലി എടുത്തു കഴിഞ്ഞാൽ പാട്രിയാർക്കൽ വ്യൂസ് ഓഫ് ഫാമിലി, അല്ലെ, എസ്പെഷ്യലി ഇപ്പം വിമനെ ബേസ് ചെയ്താണെങ്കിൽ ദേ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ ദ ചിൽഡ്രൻ, അവർ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരുപാടധികം കാര്യങ്ങൾ പുഷ് ചെയ്യാറുണ്ട് അവരുടെ മേത്ത്, അല്ലെ. ഇനി അടുത്തത് എടുക്കുകയാണെങ്കിൽ എന്താണ്, പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ റെപ്രസെന്റേഷൻ ഇല്ല, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ്. അപ്പം അവരെല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എടുത്ത് ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഈസ് എഫക്ടിങ് വിമൻ, ഹൗ ഇറ്റ് ഈസ് ഡിസ്ക്രിമിനേറ്റിംഗ് വിമൻ. ഇനി അടുത്തത് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്, വേർ ദേ സേ ദാറ്റ് ഹ്യൂമൻ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ത്രൂ ഇന്ററാക്ഷൻസ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെയുള്ള ഒരു പെർസ്പെക്റ്റീവ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു ഒബ്ജക്റ്റീവ് ആയിട്ട് കാണാൻ പറ്റില്ല. സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടി സബ്ജക്റ്റീവ് ആണ്. എന്താണ് ഈ ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മൾ പറയാണ്, എല്ലാ കുടുംബത്തിലും, ഓക്കെ, എല്ലാ കുടുംബത്തിലും പെട്രിയാർക്കി ഉണ്ട്. അത് നമ്മൾ വളരെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഇങ്ങനെ പറയാം, ജനറലൈസ് ചെയ്ത് പറയാണ്, അല്ലെ. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് നമുക്ക് ഒബ്ജക്റ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. വേർ ബൈ വി സേ ദാറ്റ് എല്ലാം ഇൻ ജനറൽ, അതിനൊരു നമ്മളൊരു അതിനകത്തുള്ള സ്പെസിഫിസിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല, ജനറലൈസ് ചെയ്യുക, ജനറലൈസ്ഡ് ആയിട്ട് പറയാം. അതിനാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത്. ഇനി സബ്ജക്റ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു ഒബ്ജക്റ്റീവ് നിയമങ്ങളോ കാര്യങ്ങളോ ഒന്നും വെക്കാതെ നമ്മൾ പറയാണ്, അങ്ങനെ പെട്രിയാർക്കി എന്ന് പറയുന്ന സംഭവങ്ങൾ അത് ഓരോ ഫാമിലിയിലും ഉണ്ടാവണം നിർബന്ധമില്ല. ഓരോ ഫാമിലിയിലെ പെട്രിയാർക്കിയൽ ലെവലും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ഈ ഒരു ഫാമിലിയിൽ കാണുന്ന പോലുള്ള ലെവൽ പെട്രിയാർക്കി ആയിരിക്കില്ല വേറൊരു ഫാമിലിയിൽ കാണുന്നത്.
അപ്പൊ അവരവിടെ എന്താ ചെയ്യുന്നത്? ജനറലൈസ് ചെയ്യുന്നതിന് പകരം വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ലെവലിലും എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ചെയ്യുന്നത്. ആൻഡ് ദേ ബിലീവ് ഇൻ ഹ്യൂമൻ ഇന്ററാക്ഷൻസ്, ഹ്യൂമൻ ആക്ഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ ഹ്യൂമൻ സ്പെസിഫിക് ആണ്, അല്ലാതെ സൊസൈറ്റി ഓർ ജനറലിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, നിങ്ങൾ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫങ്ഷണലിസ്റ്റ്, കോൺഫ്ലിക്ട്, ഇന്ററാക്ഷനിസ്റ്റ്. ഇന്ററാക്ഷനിസ്റ്റ് എന്താണ്? ഒരു ഓവറോൾ ജനറലൈസേഷന് പോകുന്നതിന് പകരം ഓരോ ആൾക്കാരും ഓരോ ഇൻഡിവിജ്വലും ഡിഫറെന്റ് ആണ്, അതുവഴി അവരുടെ സോഷ്യൽ സാഹചര്യങ്ങളും ഡിഫറെന്റ് ആവും എന്ന് പറയുന്നതാണ് ഇന്ററാക്ഷനിസ്റ്റ്. ഫങ്ഷണലിസ്റ്റും കോൺഫ്ലിക്റ്റും എടുത്തു കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി ജനറലൈസേഷന്റെ ആൾക്കാരാണ്, അല്ലെ? ഇപ്പൊ ഫങ്ഷണലിസ്റ്റ് പറയുന്നുണ്ട് എല്ലാ ഫാമിലിയും ബെനിഫിഷ്യൽ ആണ്. ഇനി കോൺഫ്ലിക്റ്റിലെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട് എല്ലാം ക്യാപിറ്റലിസ്റ്റുകൾ അവരെ എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാണ്. അല്ലാതെ അവർ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ കേസിനെ ഡീൽ ചെയ്യുന്നില്ല. അത് ചെയ്യുന്നത് ആരാണ്? ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണ്. അവർ പറയുന്നത് എല്ലാം സബ്ജക്റ്റീവ് ആണ്, എല്ലാം ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubt, anyone? Clear answer. Okay, great. Yeah, if in case if you have any doubt, you can just type in the doubt. ഞാൻ എന്തായാലും continue ചെയ്യാണ്. So when as and when I receive these doubts, I will clarify them. Okay. Now Edmund Leach പറഞ്ഞിരിക്കുന്ന കാര്യം, in his study he mentioned that ഈ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു pessimistic view of family ആണ് എഡ്മണ്ട് ലീച്ച് എപ്പോഴും എടുത്തുകൊണ്ടിരുന്നത്. And he say that when it comes to family, ഇപ്പൊ പഴയ കാലത്തെ ഫാമിലിയും ഇപ്പോഴത്തെ കാലത്തെ ഫാമിലിനെ കുറിച്ചുള്ള ഡിഫറൻസസ് പറഞ്ഞിട്ടാണ് ഒരു നെഗറ്റീവ് ആസ്പെക്ട് ഓഫ് ഫാമിലിനെ കുറിച്ച് ആര് മെൻഷൻ ചെയ്യുന്നത്? എഡ്മണ്ട് ലീച്ച് മെൻഷൻ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു എഡ്മണ്ട് ലീച്ച്, പഴയ കാലങ്ങളിൽ ഓക്കെ ഇൻ ദ പ്രീവിയസ് ഓർ ട്രഡീഷണൽ സൊസൈറ്റീസിൽ നമ്മൾ കണ്ടുവരുന്ന ഫാമിലി എന്ത് ടൈപ്പ് ഓഫ് ഫാമിലിയാണ്? എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയും. ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ജോയിന്റ് ഫാമിലി, അല്ലെ? സോ എന്താണ് ഈ എക്സ്റ്റെൻഡഡ് ഫാമിലി? അവിടെ എന്താണ്? ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കും, അല്ലെ? രണ്ടിൽ കൂടുതൽ ജനറേഷൻസ് ഉണ്ടാവും അവിടെ. ഒരു 3 ജനറേഷൻ, അതായത് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് മദർ, അവരുടെ ചിൽഡ്രൻ ആൻഡ് അവരുടെ ഓരോ ആളുടെയും ചിൽഡ്രന്റെ ചിൽഡ്രൻ, ഇങ്ങനെ കൂട്ടുകുടുംബമായിട്ട് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ് പണ്ടത്തെ കാലത്തെ ഫാമിലീസ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ്? ഓവർ എ പീരിയഡ് ഓഫ് ടൈം, എസ്പെഷ്യലി ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ, യൂറോപ്പിലെ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നതിന് ശേഷം ഫാമിലിയിൽ ചേഞ്ചസ് വന്നു. കൂടുതൽ ഫാമിലീസ് എന്തായി മാറി? ന്യൂക്ലിയർ ഫാമിലീസ് ആയി മാറി, അല്ലെ? നമ്മൾക്ക് അറിയാം ഇപ്പൊ ഇന്ത്യയിലും തന്നെ പണ്ട് കാലത്തെ എക്സ്റ്റെൻഡഡ് ഫാമിലിയും ഇന്ന് കൂടുതൽ എന്താണ്? ന്യൂക്ലിയർ ഫാമിലിയാണ്. സോ ഹി സേ ദാറ്റ് എക്സ്റ്റെൻഡഡ് ഫാമിലി വാസ് ആക്ച്വലി ഗുഡ്. പക്ഷേ when it comes to that of this nuclear family, ഇത് അത്ര നല്ലതല്ല. അപ്പൊ എഡ്മണ്ട് ലീച്ച് ഫാമിലി ആസ് എ ഹോൾ മോശമാണെന്നല്ല പറയുന്നത്. His view is that extended family served some purpose. It had certain functions, but when it comes to nuclear family, it is dysfunctional. അത് ഫങ്ഷണൽ അല്ലാത്തൊരു സംഭവമാണ് ഈ ന്യൂക്ലിയർ ഫാമിലി. എന്തുകൊണ്ടാണ് ഫങ്ഷണൽ അല്ല എന്ന് പറയുന്നത്? He say that earlier when it was extended family, members of a family got support from each other. If in case ഒരു member of a family died in an accident or due to any disease, other members were there to help each other, right? ഇപ്പോ ഒരു പെർട്ടിക്കുലർ കൂട്ടുകുടുംബത്തിൽ ഒരാൾ മരിച്ചാലും അവരുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം entire family will be taking care of them, right? Second thing, if in case in extended family, if a particular member of that household is having some financial issues, other members will be helping them. They will have resources, they will have food. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഇൻ എക്സ്റ്റെൻഡഡ് ഫാമിലി ദ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ വെയർ കമ്പാരിറ്റീവ്ലി ലെസ് ആസ് ദർ വെയർ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ടു സപ്പോർട്ട് ഈച്ച് അതർ. Now when it comes to nuclear family is on its own, അല്ലെ? They will have to do or deal with everything on their own, right? അതിപ്പം എക്കണോമിക്കൽ ആസ്പെക്ട് ആണെങ്കിലും ശരി, അല്ലെ? ഇപ്പൊ എന്തെങ്കിലും ഈ മെമ്പറിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വന്നാലും ശരി, they will have to take care of themselves. They are all alone, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ന്യൂക്ലിയർ ഫാമിലി ഇസ് ആക്ച്വലി ഒരു സ്ട്രെസ്ഫുൾ ആൻഡ് സ്ട്രെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. വേർ ദേ ആർ അണ്ടർ കണ്ടിന്യൂസ് സ്ട്രെസ് ടു ലുക്ക് ആഫ്റ്റർ ദംസെൽസ്. എപ്പോഴും അവർക്ക് ഒരു സ്ട്രെസ് ഉണ്ട് എക്കണോമിക്കൽ ആസ്പെക്ടില്. അവർക്ക് ആർക്കും ജോബ് പോയി കഴിഞ്ഞാൽ വേറെ എന്ത് ചെയ്യും, അല്ലെ? അതിനകത്ത് മെയിൻ ആയിട്ട് ജോബ് ചെയ്യുന്ന ആൾക്കാർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും? ഇനി അടുത്തൊരു കാര്യം എന്താണ്? ഇപ്പം സൈക്കോളജിക്കൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ടിൽ നോക്കുവാണെങ്കിലും ഇവര് രണ്ടുപേരും പ്രഷറിലായി നിൽക്കുന്ന സമയത്ത്, അല്ലെ, അവിടെ ഒരു സൈക്കോളജിക്കൽ ബാലൻസിങ്ങോ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടോ ഇല്ല. കാരണം വളരെ കുറവ് മെമ്പേഴ്സേ ഉള്ളൂ. അവരെല്ലാവരും തന്നെ സ്ട്രെസ്സിലും സ്ട്രെയിനിലും ആണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അപ്പൊ അവിടെ ഒരു ഇമോഷണൽ സപ്പോർട്ടിനുള്ള സ്പേസ് ഇല്ല. നേരെ മറിച്ച് എക്സ്റ്റെൻഡഡ് ഫാമിലിയിലാകുമ്പോഴത്തേക്ക് എന്താണ്, അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഇമോഷണൽ സപ്പോർട്ടും സൈക്കോളജിക്കൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ എന്താണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടും. റൈറ്റ്. അപ്പൊ അതേ സേ ദാറ്റ് ഈ പറയുന്ന അല്ലെങ്കിൽ എഡ്മണ്ട് ലീച്ച് പറയുന്ന എന്താണ്, ഈ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി ഈസ് നത്തിങ് ബട്ട് ഒരു ഓവർലോഡഡ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് പോലെയായി മാറും. ഏത് നിമിഷം വേണമെങ്കിലും എന്ത് ചെയ്യാം, പൊട്ടിത്തെറിക്കാം. അതുകൊണ്ട് തന്നെ ഈ സേ ദാറ്റ് ഈ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി തീരെ സ്റ്റേബിൾ അല്ല. അത് ഒത്തിരി അധികം എന്താണ് അൺസ്റ്റേബിൾ ആണ്, അല്ലെ? ഇൻസ്റ്റെബിലിറ്റീസ് ഒരുപാട് കൂടുതലാണ് അതിനകത്ത്. സോ ഹി സേ ദാറ്റ് ഇങ്ങനെയുള്ള ഇൻ ജോയിന്റ് ഫാമിലി ഇൻഫോർമൽ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഈസിയാണ്, അല്ലെ? ചിൽഡ്രനെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്, അല്ലെ? ഇന്നത്തെ ന്യൂക്ലിയർ ഫാമിലീസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം എന്നാണ്, ഇപ്പം കുട്ടികളെ നോക്കാൻ ഒരുപാട് ആൾക്കാരില്ല, റൈറ്റ്? ഇപ്പൊ ഫാദർ, മദർ ആൻഡ് ആ ചൈൽഡ്, അപ്പൊ അവര് വർക്ക് വരുന്ന സമയത്ത് ആ കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെ? അങ്ങനെ ഒരുപാട് ഇപ്പൊ പഴയ കാലങ്ങളിൽ അങ്ങനെയല്ല. ഇനി എഡ്യൂക്കേഷൻ വരുന്ന സമയത്ത് അങ്ങനെ, ഹെൽത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങനെ, അപ്പൊ അതൊക്കെ എഫക്റ്റഡ് ആവുന്നു. ആൻഡ് എഡ്മണ്ട് ലീച്ച് പറയുന്നത് എന്താണ്, ഇങ്ങനെ അവർ ഒരുപാട് പ്രഷറിലാവുന്നത് കൊണ്ട് അവർക്ക് മാത്രമല്ല പ്രശ്നം, എന്താണ്, അവര് കാരണം ഓവറോൾ സൊസൈറ്റിയിലും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. കാരണം ഇത്രയും പ്രഷറിലുള്ള ആൾക്കാർ എന്താണ് സൊസൈറ്റിയിൽ അവർ ബിഹേവ് ചെയ്യുന്നതും അവർ മറ്റുള്ളവർ ഇടപഴകുന്നതും ഒക്കെ എന്താവാം, ഇത് എഫക്റ്റഡ് ആവാം, അവർ ഭയങ്കര സ്ട്രെസ്സിലായി കഴിഞ്ഞാൽ. സോ ദാറ്റ് വിൽ ഹാവ് എൻ ഓവറോൾ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. ക്ലിയർ? ഇത് മനസ്സിലായോ? സോ അക്കോർഡിംഗ് ടു എഡ്മണ്ട് ലീച്ച്, excuse me, according to Edmund Leach, he say that when it comes to that of nuclear family, it is like an overloaded electrical circuit where members of that family will is under continuous stress and strain because they will have to look after themselves. ഇതാണ്, ഇത് കുറച്ചും കൂടി ഒരു മൈൽഡർ ആയിട്ടുള്ള ക്രിറ്റിസിസം ആണ്, അല്ലെ? മൈൽഡർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അടുത്തതായിട്ട് ആർ.ഡി. ലൈൻ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മൾ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ആർ.ഡി. ലൈൻ, ഹി സേ ദാറ്റ് ശരിക്കും പറയാം ഈ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത് ശരിക്കും ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് ഈ സേ ദാറ്റ് ഈ ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്, there is a process that happens inside every family which he referred to as reciprocal interiorization or the process of interiorization. ഈ റെസിപ്രോക്കൽ ഇന്റർണലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഫാമിലി മെമ്പേഴ്സ് എപ്പോഴും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്റേണലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ഇന്റീരിയറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ വാല്യൂസ്, അവരുടെ സ്വഭാവത്തെ. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ എന്ത് ചെയ്യുന്നു? ചിൽഡ്രൻ അവരുടെ പേരൻസ് എന്താണോ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അത് തന്നെ അവർ ബിഹേവ് ചെയ്യുന്നു, അല്ലെ? ഇപ്പം ചെറുപ്പത്തില് നമ്മൾ കാണുന്ന പല കാര്യങ്ങളുമാണ് വലുതാവുമ്പോഴത്തേക്ക് നമ്മളുടെ എന്തിനെ എഫക്ട് ചെയ്യുന്നത്, നമ്മളുടെ ഒരു അപ്രോച്ചിനെ എഫക്ട് ചെയ്യുന്നത്. സോ നമ്മളിപ്പോ കാണുകയാണ് നമ്മളുടെ പേരൻസ് ഒരുപാടധികം എന്താണ് ഭയങ്കര ജനറസ് ആണെന്ന് വിചാരിക്കാം, മറ്റുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ചെറുപ്പത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇപ്പൊ എന്താ വിചാരിക്കുന്നത്, ഓക്കെ നമ്മൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ജനറസ് ആവണം, അല്ലെ? അപ്പൊ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മളുടെ ഫാമിലിനെ ഇന്റർലൈസ് ചെയ്യാണ്. ഇനി നമ്മളുടെ ഫാമിലിയിൽ ആൾക്കാർ ഒത്തിരി റിലീജിയസ് ആണെങ്കിൽ മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് നമ്മളും റിലീജിയസ് ആവാനുള്ള സാധ്യതകളുണ്ട്. നമ്മളെ ഫാമിലിയിലെ ആൾക്കാർ ഒരുപാടധികം ഈ പറയുന്ന റിലീജിയസ് അല്ല, അല്ലെ? അവർ റിലീജിയൻ ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി ദർ ആർ ചാൻസസ് ദാറ്റ് വി ഓൾസോ മൈറ്റ് ബി ട്രാവലിംഗ് ഇൻ ദ സെയിം പാത്ത്. ഞാൻ പറയുന്നില്ല 100% അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ളത്, പക്ഷെ ദർ ആർ ചാൻസസ്, അല്ലെ? അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് അവർ വിളിക്കുന്നത്. ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇന്റർലൈസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാരെ കണ്ടിട്ട്. ഇതിന് they say that we are actually internalizing the family, അല്ലെ? നമ്മൾ ഫാമിലി ആണ് നമ്മൾ ആയി മാറുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവിടെ ഇല്ല. ഇൻസ്റ്റെഡ് ഇറ്റ് ഇസ് ജസ്റ്റ് our family and I am just a reflection of my family. So according to R.D. Lyon, because of this interiorization process, we are internalizing the family and as such, we are losing ourselves. Or the development of self will get affected because of that. ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഐ യു ഏബിൾ ടു ഫോളോ? അപ്പം നമ്മൾ എന്താണ് ആവുന്നത്, വി ആർ ജസ്റ്റ് ബിക്കമിങ് നമ്മളുടെ ഫാമിലിയുടെ ഒരു റിഫ്ലക്ഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സോ ഹി സേ ദാറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് അവരുടേതായ ഒരു ഓട്ടോണമിയോ ഒരു ഫ്രീഡമോ ഉണ്ടാവില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം.
ഇപ്പം ഡൗറിയുടെ കേസ് എടുക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ പഠിച്ച് കുറെ സംഭവങ്ങളൊക്കെ വായിച്ചു. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു ഡൗരി മോശമാണ്. ഓക്കെ, എന്റെ ഒരു റാഷണൽ ഉപയോഗിച്ച് ഞാൻ പഠിച്ചതും വായിച്ചതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നാണ് ഉള്ളിൽ ഡൗരി മോശമാണ്. ഞാൻ കല്യാണം കഴിക്കാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഫാമിലി എൻ്റെ അടുത്ത് വന്ന് പറയാണ്, ഓക്കെ നമുക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലോ, ഓക്കെ അപ്പൊ പെണ്ണിന്റെ വീട്ടുകാരുടെ അടുത്ത് ഡൗറിനെ കുറിച്ച് സംസാരിക്കാൻ ആരെങ്കിലും ഏൽപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത് കാണുമ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെയൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ അവരെന്തെങ്കിലും തിരിച്ചു പറയുന്നു ഫാമിലിയിൽ, അല്ലെ ദേശീയതരോ അങ്ങനെ എന്താ ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ വി ഫീൽ ലൈക്ക് ഓക്കെ ഇനിയിപ്പൊ ഫാമിലിനെ എന്തിനാ വെറുതെ വെറുപ്പിക്കുന്നത്, അത് ശരിയാവില്ല, ഇനി പിന്നെ അത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. വാട്ട് വി ഡു ആസ് വി ജസ്റ്റ് അലൗ ദാറ്റ്, അല്ലെ നമ്മളത് കണ്ണടക്കും. അതും ഈക്വലി തെറ്റാണ്, അല്ലെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഓക്കെ എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു, ഞാൻ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞു, പക്ഷെ ഫാമിലി വിടാത്തത് കൊണ്ട് ഞാൻ ഡൗരി വാങ്ങിച്ചു. അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ വളരെ ദയമായിട്ടുള്ള എക്സ്ക്യൂസസ് മാത്രമാണ്. അപ്പൊ ഇവിടെ ശരിക്കും നടന്നിരിക്കുന്നത് എന്താണ്? ആ ഒരു പേഴ്സൺ ഇസ് ഇന്റേണലൈസിങ് ഓർ ഇന്റീരിയറൈസിങ് ദാറ്റ് ഫാമിലി, വേർ ആ പേഴ്സൺ ആ ഫാമിലിയുടെ വാല്യൂസിനെതിരെ പോകാൻ പറ്റുന്നില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്? എനിക്ക് എന്റെ ലൈഫിൽ ഓട്ടോണമി നഷ്ടപ്പെടുകയല്ലേ, അല്ലെ? എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു കാര്യം ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ചെയ്യാണ്. അവിടെ വി ക്യാൻ സേ ദാറ്റ് നമുക്കൊരു ഫ്രീഡം ഇല്ല, നമ്മൾ സെൽഫായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഈ ഡൗരിയുടെ കേസ് ഒരു എക്സാമ്പിൾ ആണ്. ഡൗരി ചില ആൾക്കാർക്കൊന്നും ഡൗരി വാങ്ങിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും, അല്ലെ, ഇതൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. മെയിൻലി ആ ഫാമിലിയിൽ നിന്നുള്ള ഒരു പ്രഷർ കാരണം അവരെന്ത് ചെയ്യുന്നു, ഡൗരി എടുക്കുന്നു, അല്ലെ? ഇപ്പൊ നമ്മൾ ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലെ അല്ലെങ്കിൽ അപ്പുറത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പറമ്പിലേക്ക് ചവറ് വലിച്ചെറിയുന്നു. നമ്മൾക്കറിയാം അത് മോശമാണ്, പക്ഷെ നമ്മൾ ഫാമിലിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലും തിരിച്ചു വരും, നമ്മൾ പിന്നെ അതും കണ്ണടക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ ഇങ്ങനെ ഒരുപാട് കണ്ണടക്കൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ആർ ഇന്റീരിയറൈസിങ് അവർ ഫാമിലി. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? നൗ അക്കോർഡിംഗ് ടു ആർ ഡി ലൈൻ ഇങ്ങനെയുള്ള ഒബീഡിയൻസ്, അല്ലെ, നമ്മളിപ്പോ ഒബീഡിയന്റ് ആണ്, ശരിക്കും നമ്മൾ ഭയങ്കരമായ അതിരിൽ കവിഞ്ഞ ഒബീഡിയൻസ് ആണ് അവിടെ കാണിക്കുന്നത്, അല്ലെ? ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് നാളെ തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങളെ ഫാമിലിനെ വിളിച്ച് നിങ്ങൾ റെബലാണെന്ന് പ്രഖ്യാപിക്കാനല്ല. അങ്ങനെയൊന്നും ആരും ചെയ്യരുത്. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദ തിയറി. ഓക്കെ, ആ തിയറി മാത്രം മനസ്സിലാക്കുക, ആ തിയറിക്ക് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി ഇത് റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ അപ്ലൈ ചെയ്യണം. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങൾ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് വിളിച്ച് നിങ്ങൾ എൻ്റെ അടുത്ത് മിന്നാണ് അങ്ങനെ പറഞ്ഞില്ലേ, അതിന് എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല, ഇന്നാണ് എനിക്ക് മനസ്സിലായതെന്നൊന്നും പറയരുത്. അപ്പം ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം? യു വിൽ ഹാവ് ടു ഡു വൺ തിങ് ദാറ്റ് you understand, like this pattern of obedience that we are talking, അല്ലെ? We need to realize that we are getting too much obedient, അല്ലെ? നമ്മൾ ഈ പറയുന്ന അത് ശരി. See, we are not using our rational and our logic to ascertain whether those things are actually right or wrong, അല്ലെ? നമ്മൾ എന്താ ചെയ്യുന്നത്? We are going with the herd. ഓക്കെ, നമ്മുടെ ഫാമിലിയിൽ ഇപ്പൊ അങ്ങനെ ചെയ്യുന്നു, അപ്പൊ നമുക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, റൈറ്റ്? അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ദിസ് ഇസ് നത്തിങ് ബട്ട് ഒബീഡിയൻസ്. ആ ഒബീഡിയൻസ് എന്ത് ചെയ്യാം? അക്കോർഡിംഗ് ടു ആർ ഡി ലൈൻ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് വേറെ സന്ദർഭങ്ങളിലും ഇത് എന്ത് ചെയ്യാം? റിഫ്ലക്ട് ചെയ്യാം. അതെപ്പോഴാണ്? വെൻ വി ബിക്കം ഒരു അഡൽട്ട് സിറ്റിസൺസ്, അന്ന് ആ സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, അല്ലെ, ഗവൺമെന്റ് ഓർ ദ റൂളേഴ്സ് ഓർ ദ സ്റ്റേറ്റ് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും വി ഫോളോ ദ സെയിം ലെവൽ ഓഫ് സൈലൻസ് ആൻഡ് ഒബീഡിയൻസ്. So according to RD line, these kind of obedience which we start from our family will be continued towards our adulthood, where we will be following the same obedience in case of the state as well, against the things that the state do. Clear or no? Is it clear? So according to RD line, family എന്ന് പറയുന്നത് എന്താണ്? Family is nothing but an institution that is exploitative and which creates obedience among the citizens. Okay അല്ലേ? ഡൗട്ട് ഉണ്ടോ ആയിരിക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, അത് ക്ലാരിഫൈ ചെയ്യാം. So he is mainly focusing on the traditional family, right? So he is not just focusing on the traditional family, he is also focusing on the modern family, whereby in nuclear family also the same thing happened, right? Basically, we also follow that same level of obedience inside our nuclear family, where we follow things told by our parents. Yeah. Parents എന്താണോ പറയുന്നത്, that is what we actually usually do. Okay, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ who will be doing things that the parents don't like or
മറ്റുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? They just try to interiorize. And even those who actually, do things against their parents, like against their parents എന്നല്ല, against what their parents ask them to do, അവർ തന്നെ, deviation is less. You cannot say that completely ഇതായിട്ടൊന്നും മാറുകയൊന്നും ചെയ്യില്ല. To an extent, we are nothing but our family itself. Our family values നൊക്കെ നമുക്കൊരു വളരെ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഈ പെട്രിയാർക്കി എന്ന് പറയുന്നത്. പെട്രിയാർക്കി ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ഇപ്പം ഏതൊരു ബോയിനെ എടുത്തു കഴിഞ്ഞാലും, see, patriarchy is not just followed by male, it's also followed by female. But I'm saying that all male, participants in this particular session, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, whatever we say, whatever we read, whatever we understand, we are still patriarchal deep inside us. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ആ ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ആണ്, റൈറ്റ്? ആ ഒരു ലെവൽ ഓഫ് ഇന്റർനൈസേഷൻ ആണ് നമ്മൾ ചെറുപ്പത്തിലെ കണ്ടുകൊണ്ടിരിക്കുന്നതും ചെറുപ്പത്തിലെ നമ്മൾ സംസാരിച്ചതിന്റെ ഒക്കെ ഒരു റിഫ്ലക്ഷൻ ആണ് അത്. അതിനകത്ത് യാതൊരു സംശയമില്ല, അല്ലെ? ഇപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും ഒരു അംശം നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു പെട്രിയാർക്കൽ സംഭവങ്ങളുണ്ട്. അതിന്റെ ഡിഗ്രി മാറുന്നേ ഉള്ളൂ. അല്ലാണ്ട് ഒരാളും കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുന്നില്ല, പെട്രിയാർക്കൽ അല്ലാതെ ആയ ആൾക്കാരുണ്ടാവാം, വളരെ റെയർ ആയിട്ടേ ഉള്ളൂ. ഇപ്പം ബാക്കി എല്ലാവരും ഇൻ ദ പ്രോസസ് ഓഫ് വാർഡിങ് ഓഫ് ഇത്, ബിക്കോസ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് റൈറ്റ്. പക്ഷെ എന്നാലും തന്നെ അവിടെ ഇവിടെയൊക്കെ ഇത് പൊങ്ങി വരും. നമ്മളെ ചില സംസാരങ്ങളിലൊക്കെ ഇതേപോലുള്ള പെട്രിയാർക്കലായിട്ടുള്ള യൂസേജസ് ഒക്കെ വരും. അത് വരുന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല, പക്ഷെ അതും മോശമാണ്. പക്ഷെ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓഫ് ആർ സോഷ്യലൈസേഷൻ ആൻഡ് ദിസ് ഇന്റീരിയറൈസേഷൻ ഓഫ് ഫാമിലി. ഇപ്പോഴും നമ്മള് എന്ത് പറഞ്ഞാൽ തന്നെ നമ്മളിപ്പോഴും മെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഷോവനിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര മസിൽമൻ അങ്ങനെയുള്ള ഒരു സംഭവമാണ്, അല്ലെ? ഫീമെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അടങ്ങി ഒതുങ്ങി ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷനും, അവര് മെയിൽ സംസാരിക്കുന്ന പോലെയോ മെയിൽ ബിഹേവ് ചെയ്യുന്നത് പോലെയോ മെയിൽ അങ്ങനെ ചെയ്യുന്നത് പോലെയോ ഒന്നും ചെയ്യരുത് എന്നൊക്കെയുള്ള വ്യൂ പോയിന്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കോമൺ കാര്യം എന്താണ്? നമ്മൾക്ക് സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഉഷാറാണ് നമ്മളെല്ലാവരും. നമ്മളെ പാർട്ടിസിപ്പേഷൻ ആണെങ്കിലും എവറിത്തിങ് ഈസ് ആക്ച്വലി ടോപ്പ് നോച്ച്. നമ്മള് ഏറ്റവും കൂടുതൽ പുരോഗമനവാദം നമ്മൾ പറയുന്നതും എഴുതുന്നതും മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ പുരോഗമനവാദം ഉണ്ടോ? നമുക്ക് വളരെ കുറവാണ്, അല്ലെ? We are progressive in the words that we speak and in things that we write, but not in our ഡേ ടു ഡേ ഡീഡ്സിൽ നമ്മൾ അത് ഫോളോ ചെയ്യില്ല എന്നുള്ളതാണ് വാട്ട് ഐ ഹാവ് സീൻ. സോ എനിവേ, അടുത്തതായിട്ട് ഡേവിഡ് കൂപ്പർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡേവിഡ് കൂപ്പർ കുറച്ചുകൂടി ഒരു മാർക്സിയൻ ലൈനിലുള്ള ഒരു തിങ്കറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ he said that similar to what R.D. Laing mentioned, that family എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സെൽഫിനെയും ഈ പറയുന്ന പോലെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളതും നമ്മളുടെ ഫ്രീഡത്തിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. But along with that, David Cooper mentioned one more thing. He said that it also acts as an ideological conditioning device. Now, what is ideological conditioning device? Ideological conditioning device ഉദ്ദേശിക്കുന്നത് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന, അല്ലെ? ഇപ്പം I'll tell you one thing. See, a particular ഒരു റൂളറിനോ അല്ലെങ്കിൽ ഒരു അതോറിറ്റിക്കോ there is a particular limitation when it comes to the time period that they can control a population by using force. ഒരിക്കലും അവർക്ക് ഒരുപാട് കാലം ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. അവിടെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന വേറൊരു കാര്യമാണ് വിത്തൗട്ട് യൂസിങ് സോ മച്ച് ഓഫ് പവർ ആൻഡ് ഫോഴ്സസ്, ദ ഐഡിയോളജി. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. How did British rule India for around 150 years or 200 or 250 years? എങ്ങനെയായിരിക്കും ബ്രിട്ടീഷ് ഇത്രയും ലോങ് പീരിയഡ് ഇന്ത്യനെ റൂൾ ചെയ്തത്? Is it because they had very strong military force? അതുകൊണ്ടാണോ? അല്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷ് ഇനീഷ്യലി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലുള്ള പല രാജാക്കന്മാരുടെ അടുത്ത് തോറ്റിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവരുടെ മിലിറ്ററി മൈറ്റ് ഇസ് നോട്ട് ലൈക്ക് very much superior to that of our country and the rulers here. What they have used is, they have used a particular സംഭവം, അതായത് അതിന്റെ പേരാണ് വൈറ്റ് മാൻസ് ബർഡൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വൈറ്റ് മാൻസ് ബർഡൻ എന്നുള്ളൊരു കാര്യം? What do you understand by white man's burden? They said that they created a theory.
And in that theory, they mentioned that whites are superior than blacks, whites are more civilized than blacks, and it is natural that whites are more superior than blacks. മനസ്സിലായോ? അതായത് നാച്ചുറലി നമ്മളെ ദൈവം ഗോഡ് ഇവിടെ മനുഷ്യന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത് വൈറ്റ്സിനെ ബ്ലാക്സിനേക്കാളും സുപ്പീരിയർ ആയിട്ടും കൂടുതൽ ക്വാളിറ്റി ഉള്ളവരായിട്ടാണ് എന്നുള്ള രീതിക്കുള്ള ഒരു പ്രചരണം ആര് നടത്തി? ഈ പറയുന്ന വൈറ്റ്സ് നടത്തി. അതിനുശേഷം they told that it is our responsibility, that it is whites responsibility to civilize the blacks. അതായത് ഇത് മനസ്സിലായോ? അപ്പൊ ബ്ലാക്ക് ആയിട്ടുള്ള ബ്രൗൺ ആയിട്ടുള്ള ആൾക്കാരെ സിവിലൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആരുതാണ്? വൈറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ. അതിനെയാണ് അവർ നെയിം ചെയ്തത് വൈറ്റ് മാൻസ് ബർഡൻ. ഇറ്റ് ഈസ് their burden to civilize the rest of the society, rest of the people. ആ ഒരു പെർട്ടിക്കുലർ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ ഈ വേൾഡ് മൊത്തത്തിൽ എന്ത് ക്രിയേറ്റ് ചെയ്തത്? ഡിഫറെന്റ് കോളനീസ് ക്രിയേറ്റ് ചെയ്തത്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ കൈൻഡ് ഓഫ് that concept that they've used. ഈ ഒരു സൈക്കോളജിക്കൽ ഡോമിനൻസ് ആണ് ഇന്ത്യൻസിനെ ഇത്രയും അധികം കാലത്തേക്ക് കൺട്രോൾ ചെയ്യാൻ ആരെ സഹായിച്ചത്? ബ്രിട്ടീഷിനെ സഹായിച്ചത്. 1900s എത്തിയപ്പോഴത്തേക്ക് ഈ ഒരു സൈക്കോളജിക്കൽ ഡോമിനൻസ് മെല്ലെ ബ്രേക്ക് ആവാൻ തുടങ്ങി. ബിക്കോസ് ഈ പറയുന്ന വൈറ്റ്സിന്റെ തിയറി പലരും പല ഡിഫറെന്റ് ലെവലിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. അല്ലെ? ഇവരൊക്കെ എഡ്യൂക്കേറ്റഡ് ആവാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇവർ പറയുന്ന ഈ ഡിഫറൻസ് ഒന്നും ഇല്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അടുത്തതായിട്ട് എന്ത് ചെയ്തു? ഈ ബ്രിട്ടീഷ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വൈറ്റ്സ് എന്ത് ചെയ്തു? വേറെ പല രാജ്യങ്ങളുടെ പല ഭാഗത്തു നിന്നും ഡിഫീറ്റ് ഏറ്റുവാങ്ങാൻ തുടങ്ങി. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഓക്കെ ഈ ഒരു റേസ് അല്ല ഡോമിനന്റ് റേസ്. അതൊക്കെ വന്നതും അതും വേറെ കുറെ പൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ ഒരു സൈക്കോളജിക്കൽ ഡോമിനൻസ് ആരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ സിമിലർലി ഇതേപോലുള്ള ഈ ഒരു ഐഡിയോളജിയാണ് അല്ലെ ഈ വൈറ്റ് മാൻസ് ബർഡൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ഉപയോഗിച്ചിട്ടാണ് ബ്രിട്ടീഷ് ഒരുപാട് കോളനീസ് ഉണ്ടാക്കിയത്, അവിടുത്തെ ആൾക്കാരെ ഡോമിനേറ്റ് ചെയ്തത്. സിമിലർലി പല ഡിഫറെന്റ് ഐഡിയോളജീസ് ഈ സൊസൈറ്റിയിൽ ഉള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഒരു കാര്യം പറയാം, ഇപ്പൊ വോട്ട് പിടിക്കാൻ വേണ്ടി റിലീജിയൻ ഉപയോഗിക്കുന്നു. അതൊരു ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ആണ് അവിടെ നടക്കുന്നത് അല്ലെ? ആ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ അവരുടെ രാഷ്ട്രീയ ഇൻട്രസ്റ്റുകൾ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു. സോ ഓൾ ദീസ് ആർ ഐഡിയോളജി. സോ ഐഡിയോളജി ഈസ് മോർ പവർഫുൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ? അല്ലെങ്കിൽ ഇത്രയും അധികം ഹ്യൂജ് വിക്ടറി ചില പൊളിറ്റിക്കൽ പാർട്ടീസിന് കിട്ടുമോ? എസ്പെഷ്യലി വെൻ ദേ സപ്പോർട്ട് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ ആൻഡ് ദേ സ്പ്രെഡ് ഹെയ്റ്റ് അല്ലെ? അവരുടെ എല്ലാ ഇലക്ഷൻ സംഭവങ്ങളിലും ഇതേപോലുള്ള കാര്യങ്ങൾ പറയുന്നു, എന്നിട്ടും ദേ ആർ സ്റ്റിൽ ഏബിൾ ടു വിൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് they have a very strong ideology that they have spread among the people, and that ideology is nothing but that of religion and differentiations അങ്ങനത്തെ സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തു. സോ കൂപ്പർ ഇവിടെ പറയുന്ന ഫാമിലിയിൽ ഐഡിയോളജിക്കൽ കണ്ടീഷനിങ് ഡിവൈസ് എങ്ങനെയാണ്? ഈ സേ ദാറ്റ് ഫാമിലി ചെയ്യുന്ന എന്താണ്? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മളിവിടെയുള്ള സ്റ്റേറ്റിന് വേണ്ടിയിട്ടും ആവശ്യമുള്ള രീതിയിലുള്ള വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള സിറ്റിസൻസിന് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ സൊസൈറ്റിനെയും ഈ കാര്യങ്ങളും? കാരണം ജസ്റ്റ് ഇമാജിൻ ദിസ് തിങ്. നാളെ ഈ ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സോ ദാറ്റ് വിൽ ഗെറ്റ് പ്രോപ്പർ ഐഡിയ. അപ്പം എലൺ മസ്കിനെയും ഇതേപോലുള്ള വലിയ വലിയ ഓൺടർപ്രണേഴ്സിനെയൊക്കെ നമ്മളെ നാട്ടിലുള്ള പേരൻസും എല്ലാവരും തന്നെ വളരെയധികം ബഹുമാനത്തോടു കൂടിയും അവരുടെ അച്ചീവ്മെന്റിനെ പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നാളെ നമ്മൾ പോയിട്ട് പറയാണ് ഞാൻ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാണ്, എന്റെ താല്പര്യം ബിസിനസ്സിലാണ്, എനിക്ക് ബിസിനസ് ചെയ്യണം, എനിക്കൊരു വലിയ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? ഓടിക്കോ പറയും അല്ലേ? അത്രയും റിസോഴ്സസ് ഇല്ലാത്തൊരു ഫാമിലി ആണെങ്കിൽ എസ്പെഷ്യലി അവരെന്താ പറയാൻ പോകുന്നത്? ഇനിയിപ്പം ബിസിനസ് തുടങ്ങായിട്ടാണ്, അതൊന്നും നടക്കില്ല, എത്ര സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ പൊളിയുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ പത്രത്തിൽ വായിച്ചിട്ടേ ഉള്ളൂ, ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ മോശം സമയമാണ് അല്ലെ? അങ്ങനെ ഒരുപാട് അധികം ജസ്റ്റിഫിക്കേഷൻസുമായിട്ട് ഫാമിലി നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അല്ലെ? ഇതൊന്നും നടക്കുന്ന കേസൊന്നും അല്ല, അതിന് പകരം ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഇപ്പൊ പഠിച്ചില്ലേ, നല്ലൊരു ജോലി നോക്ക്, ജോലി ചെയ്യുക. അപ്പൊ ഇവിടെ എന്ത് മെന്റാലിറ്റിയാണ് ഫാമിലി പ്രൊവൈഡ് ചെയ്യുന്നത് ചെറുപ്പം തൊട്ടിട്ട് അല്ലെ? നമ്മുടെ അടുത്തൊക്കെ എന്താ പറയുക? നന്നായി പഠിച്ചാൽ നല്ല ജോലി കിട്ടും. സോ ദാറ്റ് മീൻസ് ദേ ആർ ക്രിയേറ്റിംഗ് എന്ത് കൈൻഡ് ഓഫ് മെന്റാലിറ്റി ആണ്? മൈൻഡ് സെറ്റ് ആണ്, ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആണ് അല്ലെ? നിങ്ങൾ എല്ലാവരും പേർപ്പസ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല എംപ്ലോയി ആയിരിക്കുക, ആ എംപ്ലോയ്മെന്റിൽ നന്നായി നിങ്ങൾ പെർഫോം ചെയ്യുക, അതുവഴി നിങ്ങൾ ആ കമ്പനിയിൽ ഉയർന്ന പൊസിഷനിലേക്ക് എത്തുക. അല്ലാതെ ആ കമ്പനി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതുപോലെ ഒരു എംപ്ലോയർ ആവാനോ ഉള്ള ഒരു കൈൻഡ് ഓഫ്
ഒരു സോഷ്യലൈസേഷൻ ആരുടെയെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടുമോ? ഇല്ല. അങ്ങനെയുള്ള സോഷ്യലൈസേഷൻ കിട്ടുന്നത് ആർക്ക് മാത്രമാണ്? ക്യാപിറ്റലിസ്റ്റുകളുടെ ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സോഷ്യലൈസേഷൻ എന്താണ്? യു വിൽ ഹാവ് ടു ലേൺ, യു വിൽ ഹാവ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, ദെൻ എന്താണ്, യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു അവർ ബിസിനസ്, യു ഹാവ് ടു മേക്ക് യുവർ സെൽഫ് കേപ്പബിൾ ഫോർ റണ്ണിങ് അവർ ബിസിനസ് എന്നുള്ള രീതിയിലാണ് അവർക്ക് കിട്ടുന്ന സോഷ്യലൈസേഷൻ, അല്ലേ? ബട്ട് അതേഴ്സ് എന്ത് വരും? ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. യു ഹാവ് ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്. അപ്പൊ പറയാം 10th നന്നായി മാർക്ക് മേടിച്ചാൽ 12th സയൻസിന് സീറ്റ് കിട്ടും, 12th സയൻസിന് സീറ്റ് കിട്ടി കഴിഞ്ഞിട്ട് നന്നായി മാർക്ക് മേടിച്ചാൽ എഞ്ചിനീയറിംഗിൽ നല്ല കോളേജ് പഠിക്കാം, എഞ്ചിനീയറിംഗിൽ നല്ല കോളേജ് പഠിച്ചിട്ട് എന്താണ് ഗുണം? ഏറ്റവും നല്ല CTC നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടും. അപ്പൊ ഇത് എന്താ ചെയ്യുന്നത്? ഫാമിലി ഈസ് ആക്ച്വലി പ്രൊഡ്യൂസിങ് ഒബീഡിയന്റ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെയാണ് ഇങ്ങനെ ഐഡിയോളജിക്കലി കണ്ടീഷൻ ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ഹ്യൂമൻ റിസോഴ്സിനെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും നമ്മുടെ അടുത്ത് ഇങ്ങനെ ജോബ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുമോ ജോബാണ് ഏറ്റവും അൾട്ടിമേറ്റ്, എങ്ങനെയും നല്ല ജോബ് കിട്ടണം, ആ ജോബിൽ നന്നായി പെർഫോം ചെയ്യണം, അതുവഴി അവിടുന്ന് ഉയർന്നു വരണം. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ആരാണ്? ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ്. ക്ലിയർ? സോ ബേസിക്കലി അതാണ് ഡേവിഡ് കൂപ്പർ പറയുന്നത്. പിന്നെ ഡേവിഡ് കൂപ്പർ പറയുന്ന വേറൊരു പോയിന്റ് ആണ് ദാറ്റ് നമ്മളെ ഫാമിലി പഠിപ്പിക്കുന്ന എന്താണ്? നമ്മൾ ഒബീഡിയന്റ് ആയിരിക്കുക, സബ്മിറ്റ് ചെയ്യുക, ഒരാൾ വെറുതെ ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യരുത്, അല്ലെ? ചെറുപ്പത്തിൽ നമ്മളിപ്പോ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്താ പറയാം, ഈയിടെയായിട്ട് കുറെ ചോദ്യങ്ങളൊക്കെ കൂടുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയാം, റൈറ്റ്? അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ്. ഇപ്പൊ ഇങ്ങനെയല്ല എല്ലാ ഫാമിലീസും. ഐ എം ജസ്റ്റ് trying to explain the theory from the way they are portraying it. Okay. അപ്പൊ ഇതാണ് നമ്മളൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള. ഇനി കോൺഫ്ലിക്റ്റിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് മാർക്സിയൻ പെർസ്പെക്റ്റീവ് എന്നുള്ളത്. സോ ബേസിക്കലി മാർക്സിന്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് ഈ ലോകത്തിനെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ദോസ് ഹു ഓൺ ക്യാപിറ്റൽ, അല്ലെ? നമ്മൾ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന, ബൂർഷ്വാസി എന്ന് വിളിക്കുന്ന, അല്ലെ? ബൂർഷ്വ ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന വേൾഡിനെ കൺട്രോൾ ചെയ്യുന്നത്. മാർക്സിന്റെ ഐഡിയ അനുസരിച്ച് ഈ വേൾഡിലുള്ള ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും, അത് ഫാമിലി ആയിക്കോട്ടെ, അത് റിലീജിയൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതും ഈ ക്യാപിറ്റലിസ്റ്റുകളാണ്. ആൻഡ് ഈ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ക്യാപിറ്റലിസ്റ്റുകളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനും അവരുടെ പ്രോഫിറ്റിനെ കൂട്ടാനും വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അല്ലാതെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും തന്നെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഉള്ളതല്ല, അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ളതല്ല. അതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്ന എക്സാമ്പിൾ ആണ് ഇപ്പൊ റിലീജിയന്റെ കേസ് എടുക്കുക. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദേ സേ ദാറ്റ് റിലീജിയനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഒന്ന്, ദൈവം ദുഷ്ടനെ പന പോലെ വളർത്തും. ഇത് കേൾക്കുമ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെ? ഓ, അവന് പൈസ ഉണ്ടെങ്കിലും പേടിക്കണ്ട, അവനെ ദൈവം വളർത്തുന്ന, അവൻ ദുഷ്ടനാണ്, നാളെ ദൈവം എന്ത് ചെയ്യില്ല, അവനെ സ്വർഗത്തിലേക്ക് കടത്തിവിടില്ല. അടുത്ത വചനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം, ഇത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് എ പെർട്ടിക്കുലർ റിലീജിയൻ, എല്ലാ റിലീജിയനും പറയുന്ന സെയിം ഐഡിയാസ് ആണ്, അല്ലെ? ഇപ്പൊ വേറെ റിലീജിയൻ എടുത്തു കഴിഞ്ഞാൽ പറയും ആ റിലീജിയനിലും ഇതേപോലെ ഐഡിയാസ് ഉണ്ട്. ദാറ്റ് ദൈവം എപ്പോഴും ആരുടെ കൂടെയാണ്? കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന്റെ കൂടെയാണ്. കഷ്ടപ്പാട് അനുഭവിക്കുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പരീക്ഷണമാണ്. അപ്പൊ ഇവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക അവര് നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലാണ്. ഇതൊക്കെ ഇഫക്റ്റീവ്ലി എന്താണ് ചെയ്യുന്നത്? കഷ്ടപ്പാട് അനുഭവിക്കുന്ന, എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഹോപ്പ് കൊടുത്തിട്ട് അവരൊരിക്കലും പ്രൊട്ടസ്റ്റ് ചെയ്യാനോ ഒരു റെവല്യൂഷനിലേക്കോ ഇറങ്ങാതെ സൂക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്, അല്ലെ? ആൾക്കാർക്ക് ഹോപ്പ് കൊടുക്കുകയാണ്. ഇപ്പൊ ആൾക്കാർക്ക് കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ, ഇങ്ങനെയുള്ള ഒരു ഹോപ്പും ഇല്ല. അപ്പൊ അവർ ചിന്തിക്കും ഇതെന്താ, നമ്മൾ മാത്രം കഷ്ടപ്പാടും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ വന്ന് നമ്മളെ ചൂഷണം ചെയ്യാണ്, അപ്പൊ ഇതെങ്ങനെയാ നടക്കുക, അല്ലെ? അപ്പൊ അവർക്ക് ബോധം വരുന്നു. അപ്പൊ അവർ പോയി റെവല്യൂഷനും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ പോകുന്നു. പക്ഷെ ആസ് ലോങ് ആസ് ഇങ്ങനെയുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന ഒരു റെവല്യൂഷണറി സ്പിരിറ്റിനെയൊക്കെ അവിടെ അടിച്ചമർത്താൻ പറ്റും. റെവല്യൂഷൻ ഒന്നും പോണ്ട, ഇത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. ഈ പ്ലാൻ അനുസരിച്ച് ഇന്ന് ഇവിടെ ഈ ലോകത്ത് വെച്ച് ആ പേഴ്സൺ ഭയങ്കരമായിട്ട് അടിപൊളിയായിരിക്കും, പക്ഷെ നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ആ പേഴ്സൺ നരകത്തിലും നമ്മള് സ്വർഗത്തിലുമാണ്. അവിടുത്തെ ലൈഫാണ് ഏറ്റവും ലെങ്തിയസ്റ്റ് ലൈഫ്. ഇവിടുത്തെ ലൈഫൊക്കെ ചെറിയ ലൈഫ്, അല്ലെ? ആകെ ഒരു മാക്സിമം ഒരു 60 വർഷം. പക്ഷെ അവിടെ ഇനി അങ്ങോട്ട് ഫുൾ അവിടെയാണ്. ഈ തോട്ട് മതി ആൾക്കാർക്ക്. ഓ ശരിയാണ്, അപ്പൊ ഞാൻ
കഷ്ടപ്പെടുന്നത് നല്ലതാണ്. അപ്പൊ ആൾക്കാർ കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെടാൻ തോന്നി, അല്ലെ, ഇഷ്ടപ്പെടാൻ തുടങ്ങി. സോ ദാറ്റ് ഹാസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് തോട്ട്സ്. അപ്പൊ ഇതാണ് മാർക്സിൻ ഐഡിയ പറയുന്നത്. ഇവൻ റിലീജിയൻ പറയുന്ന കാര്യങ്ങളും ആരെ സംരക്ഷിക്കാനാണ്? ക്യാപിറ്റലിസ്റ്റുകളെ സംരക്ഷിക്കാനാണ്. അവർക്ക് ഒരു കോട്ടം തട്ടാതെ, അവർക്കെതിരെ ആരും റെവല്യൂഷൻ നടത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇതൊരു എക്സാമ്പിൾ ഓഫ് മാർക്സിയൻ ഐഡിയ ആണ്. ഇനി മാർക്സിയൻ ഐഡിയ ഓൺ ഫാമിലി എടുക്കുവാണെങ്കിൽ മാർക്സ് പറയുന്നത് എന്താ? മാർക്സ് ഫാമിലിനെ കുറിച്ച് ഒരുപാടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഒരു മാർക്സിയൻ വ്യൂല് ഫാമിലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ക്യാപിറ്റലിസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നത് ഇറ്റ് ഈസ് ഫാമിലി. എന്താണ് ഈ ക്യാപിറ്റലിസത്തിന് വേണ്ടിയുള്ള ഒരു ഐഡിയോളജിക്കൽ ഒരു ഫംഗ്ഷൻ ഫാമിലി ചെയ്യുന്നെന്ന് പറയുന്നത്? എന്തായിരിക്കും? ക്യാപിറ്റലിസത്തിന് വേണ്ടിയുള്ള ഐഡിയോളജിക്കൽ ഫംഗ്ഷൻ ഫാമിലി പെർഫോം ചെയ്യുന്നത് എന്തായിരിക്കും? അത് മീൻ ചെയ്യുന്നത് ഇസ് മൈ ക്വസ്റ്റ്യൻ. ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിരിക്കുന്ന ആൾക്കാർ? റിയലൈസേഷൻസ് ലീഡിംഗ് like private property will be passed through the next generation. അല്ലെങ്കിൽ ഇപ്പോ breadwinning ചെയ്യുന്നത് like one person ആണ്, so the other are following them. അങ്ങനെയാണോ? Private property, I mean, so the family hereditary property to the next person. Okay. Yeah. See, the ideological function of capitalism support ചെയ്യുന്നത് ഫാമിലി ആണെന്ന് പറയുന്നതിന് ഒരു മേജർ റീസൺ ഉണ്ട്. ദാറ്റ് ഈസ് family is the unit of consumption. What do you understand by unit of consumption? Mostly our consumption is based on അല്ലെങ്കിൽ happens at our family level, അല്ലേ? ഇപ്പം നമ്മള് അപ്ലയൻസസ് എടുത്തു കഴിഞ്ഞാലും പല ഗാഡ്ജറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഫാമിലി പേർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ സാധനങ്ങൾ, അല്ലെ? ഒരു കാർ ആണെങ്കിൽ പോലും നമ്മൾ എന്തിനാണ്? നമ്മൾ ഫാമിലിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ്. അല്ലെങ്കിൽ നമ്മളൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുകയാണ്, ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു electronic appliances വാങ്ങിക്കുകയാണ്. Mostly things that we buy is for the family use. Now, ഈ ഒരു യൂണിറ്റ് ഓഫ് കൺസംഷൻ ഫാമിലി ആവുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് എങ്ങനെയാണ് they actually create or aim to target family for selling their products. See, നിങ്ങൾ advertisements എടുത്ത് നോക്കുകയാണെങ്കിൽ you can see one thing, that these kind of products which are targeted towards family, they always show a happy family in that ad, in turn creating that perception that if suppose we are able to get that product, our family will be happy, അല്ലേ? ഇപ്പൊ നമ്മൾ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മുടെ വീട്ടിലൊരു ടി വി, ഇന്ന ടി വി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി ടി വി വ്യൂയിങ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാവും. സോ ഇങ്ങനെയുള്ള ഫാമിലിനെ ലെവൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കുറെ ആഡ്സും ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ഹാപ്പിനെസ് വർദ്ധിക്കും എന്നുള്ളൊരു തോട്ടും ഫാമിലിക്ക് കൊടുക്കുന്നത് ആണ് ഒരു ആസ്പെക്ട് ദാറ്റ് ഐഡിയോളജിക്കലി അവരെങ്ങനെ ഫാമിലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ഒരുപാട് കൺസംഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലെ? അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക്. ഇപ്പൊ ബൈജൂസിന്റെ കേസ് എടുക്കാം, അല്ലെ? ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ റീസെന്റ് വന്ന ഒരു മേജർ ക്രിറ്റിസിസം ആയതുകൊണ്ട് പറയാണ്. ബൈജൂസിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ദേ ഡു ദാറ്റ് കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് വേർ പേരൻസിന് കൊടുക്കുന്ന ഒരു ഇതെന്താണ്? ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ ഭയങ്കരമായ എന്ത് കിട്ടും? അക്കാഡമിക് പ്രോഗ്രസ് ഉണ്ടാവും. അപ്പൊ അതുവഴി ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പൊ ഫാമിലിക്ക് ഒരു ഇത് വരും. എന്നിട്ട് പറയും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരൊക്കെ ഇത് വാങ്ങിച്ചു, ഓക്കെ, നിങ്ങളുടെ ആ വളവിലുള്ള ആ വീട്ടിലെ കുട്ടികളൊക്കെ ഇത് വെച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും അവിടെ ഒരു ഇതായി, അപ്പൊ എന്റെ കുട്ടി പുറകിലാവും, റൈറ്റ്? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഒരു രീതിയിലുള്ള യൂണിറ്റ് ഓഫ് കൺസംഷൻ ആക്കി ഫാമിലിനെ ഉപയോഗിക്കുന്നു. അതൊന്ന് ഫാമിലി അതിന് വീണ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ഫാമിലിയില് ഈ സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ, അല്ലെ, അവിടെ ഫാമിലിയില് മെയിൽ ഓർ ഫീമെയിൽ ആരാണോ, അല്ലെങ്കിൽ ഇത് ടു ഓഫ് ദം ആയിരിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരാൾ they will be working in one place, അല്ലെ? അവർ ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കിട്ടുന്ന സാലറിനെ കൊണ്ടായിരിക്കണം they are purchasing all these things. Suppose you are buying a car, that means you will have to pay EMI, അല്ലെ? റെഡി ക്യാഷിന് ഒരു നോർമൽ എംപ്ലോയ്മെന്റ് ഒരാൾക്ക് കാർ വാങ്ങിക്കാൻ പറ്റില്ല.
അപ്പൊ കാർ വാങ്ങിച്ചു, കാർ EMI-യിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പ്രഷർ എന്താണ്? Even if this person who is working in this company faces any kind of issue in that company, like ഭയങ്കരം hectic ആയിട്ടുള്ള വർക്ക് സ്കെഡ്യൂൾ, ഒരു രീതിയിലും ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നില്ല, നോ ലീവ്, അവർക്ക് അവിടുന്ന് ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇഫ് ദേ ക്വിറ്റ് ദാറ്റ് ജോബ്, അവരുടെ നെക്സ്റ്റ് മന്തിന്റെ EMI എന്ത് ചെയ്യും? വിൽ ഗെറ്റ് എഫക്റ്റഡ്. ഈ ഒരു പേടി ഉള്ളത് കൊണ്ട് അവർ വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള, വളരെയധികം എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു വർക്കറായി മാറുന്നു. റൈറ്റ്? അപ്പം ജസ്റ്റ് ഇമാജിൻ, ക്യാപിറ്റലിസ്റ്റുകൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ they attract these people, they take loan and purchase these products. In turn, as they have taken loan, they become dependent upon the capitalist, where they become an obedient and efficient employee. നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായോ? Is it clear? Clear ആണോ? അപ്പം ഇത്രേ ഉള്ളൂ, രണ്ട് കാര്യമേ ഉള്ളൂ. ഒന്ന്, യു പർച്ചേസ് തിങ്സ്. അത് പർച്ചേസിങ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ആ ഒരു ക്യാപിറ്റലിസ്റ്റ് ഈ പറയുന്ന ഒരു you see the ads and all those things, you get attracted, you purchase those things, and when you purchase those things, you'll have to pay EMI. So in order to pay EMI, you'll have to stay in your job, you'll have to be obedient and efficient. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം. So that is one thing. അപ്പൊ അത് നിങ്ങൾക്ക് പറയാം. ഇനി അതേപോലെ തന്നെ യു ക്യാൻ ഓൾസോ മെൻഷൻ ദാറ്റ് ഈ പറയുന്ന ഫാമിലിയിൽ, ആസ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്, എന്താണ് നമ്മൾ ഹൈറാർക്കിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒബീഡിയൻസും ഇതേപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വി ആക്ച്വലി ലേൺ ഫ്രം അവർ ഫാമിലി, വിച്ച് ലേറ്റർ ഓൺ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകൾ അല്ലെ, അവർ ചെയ്യുന്ന എക്സ്പ്ലോയിറ്റേഷൻസിനെയും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നമ്മൾ പഠിക്കുന്നു. സ്റ്റേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് പഠിക്കുന്നു. സോ സെയിം പോയിന്റ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. അതർ ദാൻ ദാറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള പോയിന്റ് ആണ്. ലൈക്ക് ഏർലിയർ വെൻ ഐ ആസ്ക്ഡ് ലൈക്ക് മാർക്സിയൻ പെർസ്പെക്റ്റീവിനെ ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കാര്യം. ഈ ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് പ്രോപ്പർട്ടി പ്രോപ്പറായിട്ട് ഒരു പെർട്ടിക്കുലർ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ബിലോങ്ങിങ് ടു സെയിം ഫാമിലിക്കുള്ളിൽ നിൽക്കുന്നു അല്ലെ. ഇപ്പൊ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല എന്ന് വിചാരിക്കാം, ഇവരെങ്ങനെ ഇവരുടെ സ്വത്തിനെ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ? ഇത് പക്ക ഫാമിലി ഉണ്ട്, നെക്സ്റ്റ് ജനറേഷൻ ഏതാണെന്ന് അറിയാം, അവരിലേക്ക് സ്വത്ത് പോകുന്നു, അങ്ങനെ അവരുടെ ആ ഫാമിലി മൊത്തം എപ്പോഴും റിച്ച് ആയി നിൽക്കുന്നു. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ് ഫാമിലി ഈസ് ഓൾസോ എ ടൂൾ ഫോർ മെയിൻറ്റെയിനിങ് ദിസ് പ്രോപ്പർട്ടി റിലേഷൻസ്, whereby one group will always be rich and another group will always be poor. അപ്പൊ ആ ഒരു ഇൻഇക്വാളിറ്റി റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ ഐഡിയ? സോ ഫാമിലി ഓൾസോ ഹെൽപ്പ് ടു എന്താണ് മെയിൻറ്റെയിൻ ഇൻഇക്വാളിറ്റി. നെക്സ്റ്റ് we will be discussing about the ideas as given by Frederick Engels when it comes to that of family. Now, Frederick Engels nu parayunnathu Marxinte one of the closest friend aanu. Okay, he is also a very important Marxian thinker. So I'll just give you a story. Ningal aa story nerkku kelkka so that you will understand ee parayunna Engelsinte idea regarding family. According to Frederick Engels, he said that പണ്ട് കാലത്ത്, okay, before we settle down, human beings settle down ചെയ്യുന്നതിനൊക്കെ മുമ്പ്, നമ്മളൊരു ഹണ്ടിങ് ഗാദറിംഗ് ബാൻഡ്സ് ആയി നടക്കുന്ന സമയത്ത് there was no family. ഫാമിലി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. ഇൻസ്റ്റെഡ് അന്നത്തെ സൊസൈറ്റിയിൽ റീപ്രൊഡക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സെക്ഷുവൽ പ്രൊമിസ്ക്യൂറ്റി. എന്താണ് സെക്ഷുവൽ പ്രൊമിസ്ക്യൂറ്റി എന്ന് പറയുന്നത്? ദാറ്റ് മീൻസ് there is no exclusive sexual relationship between two people. ആ ഹസ്ബൻഡ് വൈഫ് എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, അപ്പൊ എക്സ്ക്ലൂസീവ് സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ല. ഇൻസ്റ്റെഡ് ആ സൊസൈറ്റിയിലുള്ള ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരടുത്ത് വേണേലും സെക്ഷുവൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം.
സോ അങ്ങനെ ഒരു സൊസൈറ്റിക്ക് അങ്ങനെയുള്ള ഒരു രീതിക്കാണ് നമ്മൾ സെക്ഷുവൽ പ്രൊമിസ്ക്യൂട്ടി എന്ന് പറയുന്നത്, വേർ ദർ ഇസ് ഓപ്പൺ സെക്ഷുവൽ റിലേഷൻഷിപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഹാവിംഗ് എക്സ്ക്ലൂസീവ് സെക്ഷുവൽ റിലേഷൻഷിപ്പ്. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു സൊസൈറ്റിയിൽ. അന്നത്തെ സമയത്ത് household was controlled by female. Male used to go out, gather food and come. And ഒരിക്കലും ഒരു male is not a permanent member of a household. Household consists of women and their children. ക്ലിയർ ആണോ? അപ്പൊ മെയിൽ എന്താണ്, എപ്പോഴും വിസിറ്റിംഗ് ആണ്. ഫുഡ് എടുക്കുന്നു, അപ്പൊ ഇന്ന് ഓക്കെ, ഇന്ന് ഈ ഹൗസ് ഹോൾഡിൽ പോകുന്നു, അവിടെ ഫുഡ് കൊടുക്കുന്നു, അവിടെയായിട്ട് അന്ന് സ്റ്റേ ചെയ്യുന്നു, സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാവുന്നു, then they move on. നെക്സ്റ്റ് ഡേ വേറെ ആരെങ്കിലും ആയിരിക്കാം. അതേപോലെ തന്നെ വിമനും ഇതേപോലെ ഡിഫറെന്റ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. സോ അതായിരുന്നു സിസ്റ്റം. ബട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഹൗസ് ഹോൾഡ് ആസ് വെൽ ആസ് ഈ പറയുന്ന ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആക്ടിവിറ്റീസ് വെർ ഗിവൺ ഈക്വൽ ഇമ്പോർട്ടൻസ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ ഇത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റും ഹൗസ് ഹോൾഡ് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള ഒരു കണക്കൊന്നും ഇല്ല. അറ്റ് ദാറ്റ് ടൈം ഹ്യൂമൻ ബീങ്സ് വെർ ഓൾസോ നോട്ട് അവെയർ ഓഫ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മെൻ ഇൻ റീപ്രൊഡക്ഷൻ. മെന്നിന്റെ റോൾ ഇൻ റീപ്രൊഡക്ഷൻ എന്താണെന്നുള്ളത് അന്ന് അറിയില്ല. അന്ന് വിചാരിക്കുന്നത് ഈ മെന്നിന്റെ റോള് കൊണ്ടാണ് റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നതെന്ന് ഒന്നും അല്ല. ദേ തിങ്ക് ദാറ്റ് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ് ഈ റീപ്രൊഡക്ഷൻ എന്നുള്ളതാണ്. സോ ഈ ഒരു സൊസൈറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആൻഡ് അറ്റ് വൺ പോയിന്റ് നമ്മൾ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി ഹ്യൂമൻ ബീങ്സ്, അല്ലെ? നമ്മൾ അഗ്രികൾച്ചർ പഠിച്ചു. സോ വി സ്റ്റാർട്ടഡ് സെറ്റിൽ ഡൗൺ. നമ്മൾ സെറ്റിലിംഗ് ഡൗൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു സിവിലൈസേഷൻ പോലെ ബിൽഡായി വരാൻ തുടങ്ങി. ആ സമയത്ത് വേൾഡിൽ ആദ്യമായിട്ട് അതുവരെ ഇല്ലാത്ത ഒരു പുതിയൊരു കോൺസെപ്റ്റ് വന്നു. ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. ഈ ഹണ്ടിങ് ഗാദറിംഗ് ബാൻസായി ഹ്യൂമൻ ബീങ്സ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കൺസിഡർ ചെയ്ത് എന്താണ്, കാട് മൊത്തം നമ്മളുടേതാണ്, ആ കാടിനകത്തുള്ള കാര്യങ്ങൾ നമ്മളുടേതാണ്, അല്ലെ? അങ്ങനെ ഇത് എന്റേതാണ്, ഇത് നിന്റേതാണ്, ഇത് എനിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത് നിനക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കോൺസെപ്റ്റും ഇല്ല. സോ ഇവിടെയാണ് ഗെയിം മാറുന്നത്. Okay, where you need to understand private property emerged where when agriculture നമ്മൾ സർപ്ലസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ, നമ്മൾക്ക് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് ഉപയോഗിച്ച് മറ്റുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്ക് ആൾക്കാര് എന്ത് ചെയ്യാൻ തുടങ്ങി, ഭയങ്കരം ഈ സ്വത്തിന്റെയും ഈ പണത്തിന്റെയും എല്ലാം പിറകെ പോകാൻ തുടങ്ങി. ഓക്കെ, ദാറ്റ് ഈസ് വൺ തിങ്. ഇങ്ങനെ വന്നപ്പം അതുവരെ ഹൗസ് ഹോൾഡും ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിനും ഈക്വൽ വാല്യൂസ് ഉണ്ടായിരുന്ന സൊസൈറ്റിയില് ഹൗസ് ഹോൾഡിന്റെ വാല്യൂ കുറയുകയും പുറത്തുനിന്നുള്ള ഇതേപോലുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി, പുറത്തുള്ള എക്കണോമിക് ആക്ടിവിറ്റിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. സോ നൗ ഹൗസ് ഹോൾഡ് വാസ് സബോർഡിനേറ്റഡ്, അല്ലെ? അപ്പൊ പ്രോപ്പർട്ടിയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിനും കൂടുതൽ ഇമ്പോർട്ടൻസും വന്നു. അപ്പൊ ക്വൈറ്റ് യൂഷ്വൽ ദാറ്റ് ഓർ ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് ഹൗസ് ഹോൾഡ് അതുവരെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിനെ ഡോമിനേറ്റ് ചെയ്ത വിമന്റെ പൊസിഷനും ഓട്ടോമാറ്റിക്കലി ലോവർ ആയി. ഐ ഏബിൾ ടു കണക്ട്? അപ്പൊ ഹൗസ് ഹോൾഡിന്റെ വാല്യൂ കുറഞ്ഞപ്പോൾ തന്നെ വിമന്റെ വാല്യൂ കുറഞ്ഞു. പുറത്തുള്ള ആക്ടിവിറ്റീസിന്റെ വാല്യൂ കൂടിയപ്പം ഓട്ടോമാറ്റിക്കലി മെന്നിന്റെ വാല്യൂ സൊസൈറ്റിയിൽ കൂടി. സോ മെൻ സ്റ്റാർട്ടഡ് ഡോമിനേറ്റിംഗ് വിമൻ. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും വന്നു, മെന്നിന്റെ ഡോമിനേഷനും വന്നു. പിന്നെ നടന്നൊരു കാര്യം എന്താണ്, പീപ്പിൾ കെയിം ടു നോ അബൌട്ട് ദ റോൾ ഓഫ് മെയിൽ ഇൻ റീപ്രൊഡക്ഷൻ. ഈ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് നടക്കുന്നതല്ല, ഇൻസ്റ്റഡ് അവിടെ മെയിലിന് റോൾ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായപ്പോഴത്തേക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്ന മെയിലിന് ഒരു ആഗ്രഹം വന്നു, അല്ലെങ്കിൽ അതേ സ്റ്റാർട്ടഡ് തിങ്കിങ്, എന്റെ പ്രോപ്പർട്ടി ആർക്കാണ് പോകേണ്ടത്, എന്റെ നെക്സ്റ്റ് ജനറേഷനാണ്, എന്റെ ചൈൽഡിനാണ് പോകേണ്ടത്. അപ്പൊ അതെങ്ങനെ ഉറപ്പിക്കും? ബിക്കോസ് സെക്ഷുവൽ പ്രൊമിസ്ക്യൂട്ടി ആണെങ്കിൽ യു കനോട്ട് കാറ്റഗറിക്കലി ചെയ്ത് എന്റെ ചൈൽഡാണോ അയാളുടെ ചൈൽഡാണോ ഇന്ന ആളുടെ ചൈൽഡാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, എ സിസ്റ്റം നോൺ ആസ് മോണോഗാമസ് മാരേജസ് ഈ വേൾഡിൽ സെറ്റപ്പ് ചെയ്യുന്നത്. എന്താണ് മോണോഗാമസ് മാരേജസ് എന്ന് പറയുന്നത്? ഒരു ഹസ്ബൻഡ് ആൻഡ് ഒരു വൈഫ്, അല്ലെ? ദാറ്റ് മീൻസ് ഒരു സിംഗിൾ പാർട്ട്ണർ, അവർ തമ്മിൽ മാത്രം സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സെഡ് ദാറ്റ് സ്റ്റേറ്റും റിലീജിയനും എല്ലാം
ഈ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതാൻ തുടങ്ങി. അതുകൊണ്ടാണ് യു ക്യാൻ സീ ദാറ്റ് എക്സെപ്റ്റ് ഇസ്ലാം മറ്റുള്ള റിലീജനിലൊക്കെ ഒരാൾക്ക് സിംഗിൾ സ്പൗസ് മാത്രമേ പാടുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ എംഗൽസ് പറഞ്ഞത് എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി എമേർജ് ചെയ്തു. അതാണ് മേജർ റീസൺ ഫോർ ഡെവലപ്മെന്റ് ഓഫ് മോണോഗാമസ് ഫാമിലീസ് ദാറ്റ് വി ക്യാൻ സീ where there is one partner for one person and they have exclusive sexual relationship. ഇതുവഴി നെക്സ്റ്റ് ജനറേഷനെ ഐഡന്റിഫൈ ചെയ്യാനും അവരിലേക്ക് സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യാനും എളുപ്പമാണ്. Through this theory, Frederick Engels also mentioned how women's position in the society got degraded. എങ്ങനെയാണ് ഡീഗ്രേഡ് ചെയ്യപ്പെട്ടത്? പുറത്തുനിന്നുള്ള സർപ്ലസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പോഴത്തേക്ക് ഹൗസ് ഹോൾഡിന്റെ വാല്യൂ കുറഞ്ഞു. ഹൗസ് ഹോൾഡ് ഹെഡ് ചെയ്തുകൊണ്ടിരുന്ന വിമന്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു. ക്ലിയർ ആണോ ഇത്? ഇവിടെ നിങ്ങൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നുള്ളൊരു വാക്ക് കേൾക്കും. ഓക്കെ, സോ ഹിയർ primitive communism was characterized by promiscuity. എന്താണ് primitive communism എന്ന് പറയുന്നത്? primitive communism means നമ്മൾ പണ്ട് കാലത്തുണ്ടായ ഈ ഹണ്ടിങ് ഗാദറിംഗ് ആക്ടിവിറ്റീസ് ആണ്. അവിടെ എന്താണ് അതിന് primitive communism എന്ന് വിളിക്കുന്നത്? because there was no private property. Property or resources were jointly owned by everyone. അങ്ങനെ ഒരാളുടെ പ്രോപ്പർട്ടി ഒന്നും ആർക്കും അത് ഉപയോഗിക്കാം. ഇതിനാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. There is no private property and they carry hunting gathering activities. Clear ആണോ? Is it clear? Sir, can you please repeat, sir? Okay, see basically ഒറ്റ കാര്യം പറയുന്നുള്ളൂ. എംഗൽസ് say that പണ്ടത്തെ കാലത്ത് പ്രിമിറ്റീവ് കമ്മ്യൂണിസം ആണ്. ദാറ്റ് മീൻസ് അവിടെ ഹണ്ടിങ് ഗാദറിംഗ് ആണ്, അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇല്ല. അങ്ങനെയുള്ള സൊസൈറ്റിയിൽ ഉണ്ടായത് എന്ത് ടൈപ്പ് ഓഫ് സെക്ഷൽ റിലേഷൻഷിപ്സ് ആണ്? സെക്ഷൽ പ്രൊമിസ്ക്യൂട്ടി ആണ് ഉണ്ടായിരുന്നത്. അവിടെ ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എപ്പോഴാണ് വന്നത്? പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പോഴാണ് ഫാമിലി വന്നത്. അതിന്റെ കാരണം എന്താണ്? പ്രൈവറ്റ് പ്രോപ്പർട്ടി വന്നപ്പോഴത്തേക്ക് ആൾക്കാർ സർപ്ലസ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറയുന്ന മെയിലിന് they wanted their property to go to their generation, next generation or to their children. അങ്ങനെ അവരുടെ ചിൽഡ്രന് തന്നെ അവരുടെ പ്രോപ്പർട്ടി പോണെന്ന് ഉറപ്പിക്കണമെങ്കിൽ അവിടെ സെക്ഷൽ റിലേഷൻഷിപ്സ് എന്തായിരിക്കണം? മോണോഗാമസ് ആയിരിക്കണം. മോണോഗാമസ് മീൻസ് ഒരാൾക്ക് ഒരു പാർട്ണർ മാത്രമേ ഉള്ളൂ, അവർ തമ്മിൽ മാത്രമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പ്രൊമിസ്ക്യൂട്ടിയിലെ പോലെ ആരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നുള്ളൊരു കണ്ടീഷനേ ഇല്ല. സോ ദേ സേ ദാറ്റ് this kind of ഒരു സിറ്റുവേഷൻ led to എന്താണ്? ക്രിയേഷൻ ഓഫ് ഈ പറയുന്ന ഫാമിലി. അതുവരെ ഫാമിലി എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി കാരണമാണ് ഫാമിലി വന്നത്. ആൻഡ് റീസൺ എന്താണ്? സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഇതേപോലുള്ള ഒരു സിസ്റ്റം വേണം. ക്ലിയർ ആണോ? Yes, sir. I was asking about the primitive communism. Okay, primitive communism means like, see, primitive means like old, where they do not use any kind of production technique or anything. Primitive means hunting gathering ആണ് primitive എന്നുള്ള വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. primitive ആയിട്ടുള്ള മെത്തേഡ്. Communism means there is no private property. So primitive communism എന്ന് പറയുന്നത് പണ്ട് കാലത്തുണ്ടായ hunting gathering ടൈമില് there was no private property. Property were held together by the society as a whole. So that is referred to as primitive communism. Clear? Yes, sir, yes, clear. Yeah, promiscuity, I'm not sure of it, the Malayalam word for that. Promiscuity, no, I don't know. I'll have to search for that. Okay, it doesn't say ഇത്രേ ഉള്ളൂ. അതായത് there is no mutual sexual ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ല. ഒരു ഓപ്പൺ സെക്ഷൽ റിലേഷൻഷിപ്പ് ആരുമായിട്ട് വേണമെങ്കിലും സെക്ഷൽ റിലേഷൻഷിപ്പ് നടത്താം. അതാണ് ഈ പറയുന്ന promiscuity എന്ന് ഉദ്ദേശിക്കുന്നത്. Okay, so that is the entire theory of Frederick Engels. So he said that it is to inheritance of private property വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇതേപോലുള്ള സിസ്റ്റം ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ എംഗൽസ് പറഞ്ഞ ഈ തിയറിയിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ചെറിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എംഗൽസ് എന്താണ് പറഞ്ഞത്? പണ്ടത്തെ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റീസിൽ ഫാമിലിനേ ഇല്ല, മോണോഗാമസ് മാരേജസും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ
Certain research has suggested that even in hunting and gathering bands-ന്റെ ഇടയിൽ പോലും എന്തുണ്ടായിരുന്നു, ഈ പറയുന്ന രീതിയിലുള്ള മോണോഗാമസ് ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എംഗൽസ് പറഞ്ഞ തിയറി കംപ്ലീറ്റ്ലി ശരിയാണെന്ന് പറയാൻ പറ്റില്ല എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. ഈ സോഷ്യോളജിയിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോഷ്യോളജിയിൽ നമ്മൾ ഒരിക്കലും കൺക്ലൂഷൻ അല്ല തേടുന്നത്. കൺക്ലൂഷൻ അല്ല തേടുന്നതെന്ന് വിചാരിച്ചാൽ ഇപ്പൊ ഫാമിലിക്ക് നമ്മളൊരു 10 തിയറി പഠിക്കും. ഓക്കെ, 10 തിയറി എന്ന് വെച്ചാൽ 10 വ്യൂ പോയിന്റ്. ഇപ്പൊ ചില ആൾക്കാർ പറയും ഫാമിലി, ഇപ്പൊ നമ്മൾ ഇപ്പം തന്നെ പഠിച്ചു, ഫങ്ഷണലിസ്റ്റ് പറയുന്നു ഫാമിലി നല്ലതാണ്, മാർക്സിസ്റ്റ് പറയുന്നു ഫാമിലി നല്ലതല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു ആൻസറിന്റെ അവസാനം മാർക്സിസ്റ്റ് പറഞ്ഞതാ ശരി ഫാമിലി മോശമാണെന്നോ, അല്ലെങ്കിൽ ഫങ്ഷണലിസ്റ്റ് പറയുന്നതാണ് കറക്റ്റ് ഫാമിലി നല്ലതാണെന്നോ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും അതിൻ്റെതായ ശരിയും അതിൻ്റെതായ തെറ്റുമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പറയുന്നതും മാർക്സിസ്റ്റുകാർ പറയുന്നതും ശരിയാണ്, ഫങ്ഷണലിസ്റ്റുകാരും പറയുന്നതും ശരിയാണ്. അതിന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു കൺക്ലൂഷൻ, അപ്പൊ ഇത് ഏതാണ് ശരി, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യില്ല. മനസ്സിലായോ? സോഷ്യോളജിയുടെ ഒരു ഗുണം അതാണ്. വേർ യു ആർ ജസ്റ്റ് അനലൈസിങ് സൊസൈറ്റി ഫ്രം ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ്. ഇന്ന ആളുടെ വ്യൂ പോയിന്റ് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയല്ലേ? ശരിയാണ്. അല്ലെ, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ശരിയാണല്ലോ, ലോജിക്കലി കറക്റ്റ് ആണല്ലോ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫങ്ഷണലിസ്റ്റ് പറയുന്ന കാര്യങ്ങളും നമുക്ക് തോന്നിയിട്ടുണ്ട്, അതും ശരിയാണ്. ഫാമിലിക്ക് അങ്ങനെ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാം ശരി തന്നെയാണ്. ക്ലിയർ? അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ് ഇത്. നമ്മൾ ജസ്റ്റ് എല്ലാ വശത്തു നിന്നും ചിന്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി മാർക്സിയൻ അനാലിസിസിന്റെ കണ്ടിന്യൂറ്റി പറയാം. ഇത് ജസ്റ്റ് നമ്മളുടെ ഒരു ക്രിറ്റിസിസം മാത്രം ആഡ് ചെയ്തേ ഉള്ളൂ. ബാക്കി നമുക്ക് മാർക്സിയൻ അനാലിസിസ് കണ്ടിന്യൂ ചെയ്യാം. മാർക്സിയൻ അനാലിസിസിൽ വേറെയും കുറച്ച് തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ നെയിം നിങ്ങൾ മനപ്പാടാക്കി വെക്കേണ്ട കാര്യങ്ങളില്ല, ബൈ ഹാർട്ട് ആക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ തിയറി. ഓക്കെ, നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ നെയിംസ് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം യു ക്യാൻ ആഡ് ഇറ്റ് ഇൻ യുവർ ആൻസേഴ്സ്. ഇഫ് യു ഡോണ്ട് റിമെമ്പർ ദ നെയിം, നോ പ്രോബ്ലം, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദേ ആർ എക്സ്പ്ലെയിനിങ്. അത്ര മതി. ഓക്കെ, നീഡ് നോട്ട് ഹാവ് ടു ആഡ് ഓൾ ദ നെയിംസ് ആൻഡ് ഓൾ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പൊ എംഗൽസിന്റെ നെയിം, അങ്ങനെയുള്ള നെയിം മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. സോ ഇതിനകത്ത് അടുത്ത ഒരു മാർക്സിസ്റ്റ് തിയറി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് തിയറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എന്താണ് ഈ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് തിയറി? അവർ പറയുന്ന തിയറീസ് മാർക്സിസ്റ്റും ആണ് ഫെമിനിസ്റ്റും ആണ്. ദാറ്റ് മീൻസ് അവർ ഈ പറയുന്ന പ്രോപ്പർട്ടി റിലേഷൻസിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അതിനകത്ത് അവർ എന്ത് ഉൾപ്പെടുത്തുന്നുണ്ട്, വിമന്റെ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഫസ്റ്റത്തെ ഈ കാര്യം പറഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മാർഗരറ്റ് ബെൻസ്റ്റൺ എന്ന് പറയുന്ന തിങ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഫാമിലി കാരണം വിമനെ എഫക്റ്റഡ് ആവുകയാണ്. എന്തുകൊണ്ടാണ് വിമൻ എഫക്റ്റഡ് ആവുന്നത്? patriarchy, അല്ലെ? വിമൻ വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ എൻറ്റയർ ഹൗസ് ഹോൾഡ് ആൻഡ് ചിൽഡ്രൻ. സോ വെൻ വിമൻ ടേക്ക് കെയർ ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ എൻറ്റയർ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്, റൈറ്റ്, they lose a lot of opportunities that they get. അല്ലെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റില്ല. അവരുടെ മുകളിൽ എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് ആണ്. അവർ അതിനകത്ത് സ്റ്റക്ക് ആണ്. Now, ഇത് ഒരു പെട്രിയാർക്കൽ ആസ്പെക്ട്. പക്ഷെ ഇത് ഈ പെട്രിയാർക്കൽ ആസ്പെക്ടിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുള്ളതായിരിക്കാണ്. അക്കോർഡിംഗ് ടു മാർഗരറ്റ് ബെൻസ്റ്റൺ, ഈ ഒരു വിമന്റെ അൺപെയ്ഡ് ലേബർ കൊണ്ട്, അൺപെയ്ഡ് ലേബർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? വിമൻ ഈ ചെയ്യുന്ന പണിക്കൊന്നും ആരും അവർക്കും പൈസ കൊടുക്കുന്നില്ല. ഈ അൺപെയ്ഡ് ലേബർ കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഇറ്റ് ഈസ് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ്. വൈ? ഈ വിമൻ ഇങ്ങനെയുള്ള അൺപെയ്ഡ് ലേബർ ചെയ്യുന്നത് കൊണ്ടാണ് മെയിലിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഫാക്ടറീസിൽ ഇത്രയും ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെ, വിമൻ ഇതൊന്നും ചെയ്യില്ലെങ്കിൽ ഫാക്ടറിയിൽ മെയിലിന് ഇത്രയും ലോങ് അവേഴ്സ് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അല്ലെ, വിമൻ അവരുടെ ക്ലോത്ത്സ് വാഷ് ചെയ്യുന്നതുകൊണ്ടും അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് കൊണ്ടും അവരുടെ കുട്ടികളെ നോക്കുന്നത് കൊണ്ടും എല്ലാം ആണ് they are able to work long hours. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് ആയിരിക്കാണ്, ഇറ്റ് ഈസ് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ്. അതുകൊണ്ട് they say that ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റുകള് വിമന് എന്ത് ചെയ്യണം, ഈ പേയ്മെന്റ് കൊടുക്കണം. റൈറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് വിമൻസ് കോൺട്രിബ്യൂഷൻ ദാറ്റ് they are able to get maximum out of the male workers. Now this is one reason why there is recently ഭയങ്കരമായ കുറെ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ട്, അല്ലെ, വേൾഡ് വൈഡ്, where they say that ഒരു മെയിൽ മാത്രം വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആ മെയിലിന് കൊടുക്കുന്ന സാലറിയുടെ ഒരു പെർസെന്റേജ് മസ്റ്റ് ബി ഗിവൺ ടു ദാറ്റ് ഓഫ് ഫീമെയിൽ, ബിക്കോസ് ഇറ്റ് ബിലോങ്സ് ടു ദം.
It is because of their support that they are able to work like that. അതുകൊണ്ട് തന്നെയാണ് US-ലൊക്കെ ഇപ്പം ഡിവോഴ്സ് നടക്കുന്ന സമയത്ത് ആൽമനിയിൽ എന്താണ് മെയിലിന്റെ വെൽത്തിന്റെ 50% എന്ത് ചെയ്യണം, ആ പിരിഞ്ഞു പോകുന്ന ആൾക്ക് കൊടുക്കണം ഫീമെയിലിന്. ക്ലിയർ? അത്രയുമാണ് വരുന്നത്. സോ ഒന്ന് അവർ പറയുന്ന കണ്ടീഷൻ എന്താണ്? ഇതാണ്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്നത് ക്യാപിറ്റലിസ്റ്റുകൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ബൈ പേയിങ് ഒരു സിംഗിൾ ലേബർ ചാർജ് ടു മെയിൽ, ദേ ആർ ഗെറ്റിംഗ് സർവീസസ് ഓഫ് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ്. എങ്ങനെയാണെന്ന് പറയാം. ഒന്ന് വിമന്റേത് അല്ലെ, വിമന്റെ ലേബറിനെ ശരിക്കും പറഞ്ഞാൽ മെയിലിന് ഇത് കൊടുത്ത് വിമന് മറ്റുള്ള കാര്യങ്ങൾ മൊത്തം ഫ്രീ ആയിട്ട് ചെയ്യാണ്. അടുത്തത് വിമൻ റേസ് ചെയ്യുന്ന ഈ ചിൽഡ്രൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ ലേബറേഴ്സ് ആണ്. റൈറ്റ്? ക്യാപിറ്റലിസ്റ്റുകൾ കൊടുക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സാലറി ഓർ വേജസ് വെച്ചിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ദ ചിൽഡ്രൻ ഇൻ ദാറ്റ് ഹൗസ് ടു ഗെറ്റ് വെരി ഗുഡ് എഡ്യൂക്കേഷൻ. സോ അൾട്ടിമേറ്റ്ലി ദേ വിൽ ഹാവ് ടു എന്ത് ചെയ്യേണ്ടി വരും? ഗെറ്റ് ഇൻ ടു ലേബർ ഇറ്റ് സെൽഫ് അല്ലെ, അവർ ലേബർ ആയിട്ട് മാറും. സോ അവിടെയാണ് അടുത്ത പ്രോബ്ലം വരുന്നത്. So they say that when it comes to that of a wage earner in a capitalist society, one, അവരുടെ വൈഫ് ഫുള്ള് എക്സ്പ്ലോയിറ്റഡ് ആണ് ബിക്കോസ് അൺപെയ്ഡ് ലേബർ ഒരുപാട് ചെയ്യുന്നുണ്ട് ഫോർ വിച്ച് ദേ ഡു നോട്ട് ഗെറ്റ് എനിത്തിങ്. സെക്കൻഡ് തിങ്, ഈ പറയുന്ന വേജ് ഏർണർ അവർക്ക് കിട്ടുന്ന ലിമിറ്റഡ് വേജസിനെ കൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ ലേബർ ഫോഴ്സിനെ വളർത്തിക്കൊണ്ടുവരികയാണ് അല്ലെ. അവരെ പരിപാലിച്ച് വളർത്തി അവർ വലുതാകുമ്പോൾ അടുത്ത ലേബർ ആണ്. ആൻഡ് അവർക്ക് കിട്ടുന്ന കൈൻഡ് ഓഫ് സോഷ്യലൈസേഷൻ എന്തായിരിക്കും? ലേബർ ആവാൻ തന്നെയായിരിക്കും. അപ്പൊ ദേ സേ ദാറ്റ് ഈ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിസ്റ്റം ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് വേർ എല്ലാത്തിന്റെയും ഗുണം അൾട്ടിമേറ്റ്ലി പോകുന്നതായിരിക്കാണ് ക്യാപിറ്റലിസ്റ്റിനാണ്. ഇനി വേറൊരു കാര്യം കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇങ്ങനെ കുട്ടികളും അല്ലെ ഭാര്യയും അവരൊക്കെ ഒരു പെർട്ടിക്കുലർ സിംഗിൾ പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ആ പേഴ്സൺ ഒരിക്കലും ജോബ് വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ബിക്കോസ് ദർ ഈസ് നോ അതർ വേ ടു ടേക്ക് കെയർ ഓഫ് ദെയർ ഫാമിലി. അപ്പൊ ആ പേഴ്സന്റെ കംപ്ലീറ്റ് കമ്മിറ്റ്മെന്റും അല്ലെ അവരുടെ ഹാർഡ് വർക്കും എല്ലാം അവിടെ കിട്ടുന്നതാണ്. ഈവൻ ഇഫ് they do not get good working condition, they will still continue working because they have less options and there is a family to look after. ആലോചിക്കുക, 3 ആസ്പെക്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. 1, unpaid labor of the female അല്ലെ, which is helpful for the capitalist because male worker is able to work for long hours. Second, ഫ്രീ ആയിട്ട് നെക്സ്റ്റ് ജനറേഷൻ ലേബർ ഫോഴ്സിനെ കിട്ടുന്നു. തേർഡ് വൺ, വളരെ കമ്മിറ്റ്മെന്റോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൽ വർക്കേഴ്സിനെ കിട്ടുന്നു. വൈ? ബിക്കോസ് ദേ വിൽ ഹാവ് ടു ലുക്ക് ആഫ്റ്റർ എ ഫാമിലി. ആ ഒരു പ്രഷർ കാരണം ദേ വർക്ക് റിയലി ഹാർഡ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്ത് ഫാമിലിയിൽ നടക്കുന്ന കാര്യം. സോ ദേ സേ ദാറ്റ് ഫാമിലിനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമായിരിക്കാണ് ഇറ്റ് ഈസ് ഫോർ ദ ക്യാപിറ്റലിസ്റ്റ്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Great. Any next? Yeah. Next, we have to discuss about അടുത്ത ഒരു കോൺസെപ്റ്റ് ആണ് ആസ് ഗിവൺ ബൈ ഫ്രാൻ ആൻസ്ലി. Now, ഇവർ രണ്ടുപേരും ഫ്രാൻ ആൻസ്ലി ആസ് വെൽ ആസ് കാറ്റി മെക്കാഫെ, ആസ് ഐ മെൻഷൻ, നിങ്ങൾ നെയിമിനെ കുറിച്ച് നോക്കണ്ട. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു നീഡ് ടു ഫോക്കസ് ഇസ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് റിയലി വെൽ. അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യം. Now, when it comes to that of Fran Ansler, she say that ഇന്നത്തെ ഈ ഫാമിലിയിലുള്ള ഒരു സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? മേജർ ഫംഗ്ഷൻ നമ്മൾ ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ. Okay. Now, in this factory, worker goes through a lot of stress and strain. There is no doubt about that. അല്ലെ, ഒരു വർക്കർക്ക് ഒരുപാട് സ്ട്രെസ് ഒരുപാട് സ്ട്രെയിനും ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എവിടെ ഉണ്ട്? ഈ പറയുന്ന ഫാക്ടറീസിലുണ്ട്.
ഈ പറയുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് ഐ മെൻഷൻഡ് ഏർലിയർ എന്ത് സംഭവിക്കാം? ആ പെർട്ടിക്കുലർ ഫാക്ടറിയിലെ മെഷീൻസ് ഒക്കെ അടിച്ച് തകർത്ത് അല്ലെ ഇവർ അതിനെതിരെ സമരം ചെയ്യുന്നതും അങ്ങനെ ഒരുപാടധികം ലെവലിലേക്ക് പോവാം. ഇത് ആരെയാണ് എഫക്ട് ചെയ്യുക നെഗറ്റീവ്ലി? ക്യാപിറ്റലിസ്റ്റുകളെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യും, റൈറ്റ്? ബിക്കോസ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീസെന്റ് ബാംഗ്ലൂരിൽ ഐ തിങ്ക് ജസ്റ്റ് ബിഫോർ കോവിഡ് ഐഫോണിന്റെ ഒരു ആപ്പിളിന്റെ ഒരു സപ്ലയർ ഉണ്ടായിരുന്നു, സംതിങ് സ്റ്റാർട്ടിംഗ് വിത്ത് W വെച്ചിട്ട് സം സപ്ലയർ, ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ നെയിം. ബാംഗ്ലൂരിൽ അവരുടെ ആ ഒരു ഫാക്ടറിനെ അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്തു. വൈ? ബിക്കോസ് അവർക്ക് കോൺട്രാക്റ്റിൽ വിളിച്ചിട്ട് പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ലോങ് അവേഴ്സ് ഓഫ് വർക്ക്, എന്നാൽ പ്രോമിസ് ചെയ്ത സാലറി കൊടുക്കുന്നില്ല, നോ സോഷ്യൽ സെക്യൂരിറ്റി. ഇതിങ്ങനെ അവരിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്ത് അവർ അൾട്ടിമേറ്റ്ലി എങ്ങനെ റിയാക്ട് ചെയ്തു? ദേ അറ്റാക്ക് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ടറി. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്ത് ചെയ്യാം? വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇവിടെ ഫ്രാൻ ആൻസ്ലി പറയുന്നത് എന്താണ്? ഫാമിലി എന്ന് പറയുന്ന സിസ്റ്റം, എസ്പെഷ്യലി ഫാമിലി ചെയ്യുന്ന ഈ ഒരു അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയ, ഓക്കെ, ഇത് അൾട്ടിമേറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നത് ആരെയാണ്? ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ ക്യാപിറ്റലിസ്റ്റ് ബിക്കോസ് ഇറ്റ് ഗിവ്സ് ദ ക്യാപിറ്റലിസ്റ്റ് ഒരു കൈൻഡ് ഓഫ്, ഓർ ഇറ്റ് ഗിവ്സ് ദ വർക്കേഴ്സ് എ സേഫ്റ്റി വാൾ, അല്ലെ? അവരുടെ ഫ്രസ്ട്രേഷൻ ഒക്കെ മാറ്റാൻ. കാരണം നമ്മളിപ്പം പറയുന്നത് എന്താ? ഇത്രയും അധികം സ്ട്രെസ്സിലും സ്ട്രെയിനിലും ഫാമിലിയിലേക്ക് പോകുന്ന ഒരു ഹസ്ബൻഡായ ഒരു വർക്കർ, ആ വർക്കർ ഫാമിലിയിൽ പോകുമ്പോൾ ആ വർക്കറിന് മനസ്സമാധാനം കൊടുക്കാനും അവരെ സമാധാനിപ്പിക്കാനൊക്കെ ഉള്ള ഒരു വൈഫ്, ഓക്കെ, അവർക്ക് ഇനി ദേഷ്യം വരുമ്പോൾ ഒന്ന് ദേഷ്യപ്പെട്ടിട്ട്, ഇപ്പൊ നമ്മൾ പഴയകാല മറ്റേ സിനിമയിലെ കഥയൊക്കെ പോലെയാണ്, ഓക്കെ, ആ ഒരു കുലസ്ത്രീ പിക്ചർ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഐഡിയൽ വിമൻ എന്നുള്ള സംഭവം. അപ്പൊ ആ ഒരു ആസ്പെക്ടിൽ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് അത് ആ ഒരു സിസ്റ്റം ഇസ് ആക്ച്വലി ബിൽഡ് ടു സപ്പോർട്ട് ദ ക്യാപിറ്റലിസ്റ്റ്. ബിക്കോസ് ഈ ഒരു സിസ്റ്റത്തില് ഫ്രസ്ട്രേഷൻ കൺട്രോൾ ചെയ്യുന്നതിനെ കൊണ്ട് ഏറ്റവും ഗുണം ക്യാപിറ്റലിസ്റ്റിന് മാത്രമാണ്. ഓക്കെ, സോ അതാണ്. ഇനി കാത്തി മെക്കാഫെ പറയുന്നത് എന്താണ്? ദേ സേ ദ സെയിം തിങ്, ദാറ്റ് മെയില് വീട്ടിൽ വന്ന് കാണിക്കുന്ന ഡോമിനൻസ്, ആ ഒരു പെറ്റി ഷോ, പെറ്റി ഡിക്റ്റേറ്റർഷിപ്പ്, ഇതൊക്കെ ശരിക്കും എന്താണ്? ഇത് അവരുടെ ആങ്കറും ഫ്രസ്ട്രേഷനും ഒക്കെ അവരും എല്ലാം എന്ത് ചെയ്യാണ്? പുറത്തേക്ക് വിടുന്നതാണ്, അല്ലെ? അവര് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുമ്പം അവർക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ അവർ ഈ പറയുന്ന രീതിയിൽ വീട്ടിൽ പോയി ഭയങ്കര മെയിൽ ഡോമിനൻസ് കാണിക്കുക, പെറ്റി ഡിക്റ്റേറ്റർഷിപ്പ് കാണിക്കുക. ദെയർബൈ അവരെന്താ ചെയ്യുന്നത്? ലിറ്ററലി അവർക്ക് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ ഒന്ന് പല രീതിയിലും ഒന്ന് വെന്റ് ഔട്ട് ചെയ്യാണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വെൻഡിങ് ഔട്ട് ഓഫ് ദെയർ ഫ്രസ്ട്രേഷൻ. ആൻഡ് സംടൈംസ് ആ വെൻഡിങ് ഔട്ട് എന്തായിരിക്കും? ചിലപ്പോൾ വയലന്റ് ആയ രീതിയിലായിരിക്കാം, ചിലപ്പോൾ അത് ആൾക്കാരെ, ഫാമിലിനെ, വൈഫിനെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം. മേ ബി ദർ ആർ ചാൻസസ് ഫോർ ദാറ്റ്. ക്ലിയർ? Is it clear? David Cooper we have already discussed, so I'm not discussing it again. You can add David Cooper inside ഒരു Marxian perspective you can add. Okay, അപ്പൊ അതുകൊണ്ടാണ് ഡേവിഡ് കൂപ്പറിനെ ഒന്നും കൂടി മെൻഷൻ ചെയ്തത്. സെയിം തിങ് തന്നെയാണ്. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? സോ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫെഡറിക് എംഗൽസിന്റെ ഒരു തിയറി പറഞ്ഞു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് എന്താണ് മാർഗരറ്റ് ബെൻസ്റ്റന്റെ ഐഡിയനെ കുറിച്ച് പറഞ്ഞു, അല്ലെ? മാർഗരറ്റ് ബെൻസ്റ്റൺ എന്ത് പറഞ്ഞു? അൺപെയ്ഡ് ലേബർ ഓഫ് വിമൻ, റീപ്രൊഡക്ഷൻ ഓഫ് ലേബർ ഫോഴ്സ്, അതേപോലെ തന്നെ എന്താണ് കമ്മിറ്റഡ് വർക്കർ. ഫ്രാൻ ആൻസ്ലി എന്ത് പറഞ്ഞു? ദേ സെഡ് ദാറ്റ് ഈ പറയുന്ന അഡൽട്ട് പേഴ്സണാലിറ്റി സ്റ്റെബിലൈസേഷൻ ഫംഗ്ഷൻ ഓഫ് ഫാമിലി ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ക്യാപിറ്റലിസ്റ്റിനെ. വൈ? ഫ്രസ്ട്രേഷൻസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫാമിലിയിൽ അവർക്ക് വെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു. ഒരു സേഫ്റ്റി വാൾവായിട്ട് എന്ത് ചെയ്യുന്നു? ഫാമിലി ആക്ട് ചെയ്യുന്നു, അല്ലെ? കാത്തി മെക്കാഫിയും സെയിം സംഭവം പറഞ്ഞു. മെയില് അവരുടെ വീടുകളിൽ കാണിക്കുന്ന ഡോമിനേഷൻ, അവരുടെ വീടുകളിൽ കാണിക്കുന്ന പെറ്റി ഡിക്റ്റേറ്റർഷിപ്പ്, ഇതൊക്കെ എന്താണ്? നത്തിങ് ബട്ട് ഒരു വേ ടു വെന്റ് ഔട്ട് ദെയർ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ. അത് അവർ ഇങ്ങനെയൊക്കെ ഷോ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു? തീർക്കുന്നതേ ഉള്ളൂ, റൈറ്റ്? അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇതൊക്കെ ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ ഇങ്ങനെയുള്ള ഫ്രസ്ട്രേഷൻസ് ഒക്കെ അവർ വീട്ടിൽ തീർക്കുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം അവിടെ ഇൻടാക്ട് ആയി സ്ട്രോങ് ആയി നിൽക്കുന്നു. ഇനി ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ വിച്ച് ഈസ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. നമ്മളിപ്പോ ഇത്രയും സമയം ഡിസ്കസ് ചെയ്യുന്നതിനകത്ത് മാർഗരറ്റ് ബെൻസ്റ്റന്റെ ഐഡിയ, ഫ്രാൻ ആൻസ്ലിന്റെ ഐഡിയ, ആസ് വെൽ ആസ് കാത്തി മെക്കാഫിയുടെ ഐഡിയ, ദീസ് ത്രീ, 1, 2, 3, ഈ മൂന്ന് സംഭവങ്ങളും മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് ഐഡിയാസ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ബോത്ത് മാർക്സിസ്റ്റ് ആസ് വെൽ ആസ് ഫെമിനിസ്റ്റ് ഐഡിയാസ്. രണ്ടിന്റെയും കൂടി ഒരു മിക്സ് ആണ്. മാർക്സിസ്റ്റ് ആൻഡ് ഫെമിനിസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണ്?
They are concerned about women, but at the same time, they are also bringing in the capitalist aspect to it. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്യാപിറ്റലിസ്റ്റുകളുടെ എക്സ്പ്ലോയിറ്റേഷനെയും വിമനെയും കൂടി കമ്പൈൻ ചെയ്യുന്നത് കൊണ്ട് മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറയാം. ഇനി അതല്ലാതെ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ട്, വേർ ദേ ഓൺലി ഡിസ്കസ് അബൌട്ട് ദി ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ. അപ്പൊ ആ ഒരു ആസ്പെക്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ലേറ്റർ ഓൺ വി ഹാവ് എ പെർട്ടിക്കുലർ പോർഷൻ known as sexual division of labor. ഈ ഒരു പോർഷൻ വരുന്ന സമയത്ത് we will be discussing about this in detail. Okay, for now I'll just give you an idea. അവരെന്താ പറയുന്നത്, ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി പറയുന്ന കാര്യം, ഫാമിലി ഈസ് നോട്ട് ഗുഡ് ഫോർ ഫീമെയിൽ. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ പെട്രിയാർക്കി ഉള്ളത്, അല്ലെ? അവിടെ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നതും സബ്ജുഗേറ്റ് ചെയ്യുന്നതും ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ഹൗസ് ഹോൾഡ്, ഇറ്റ് ഈസ് ഇൻസൈഡ് ദ ഫാമിലി. അവരുടെ പല ഫ്രീഡംസ് റെസ്ട്രിക്ട് ചെയ്യുന്നത്, അല്ലെ? ആരെ കല്യാണം കഴിക്കണം, ആര് എന്ത് ടൈപ്പ് ഭക്ഷണം കഴിക്കണം, എന്ത് ടൈപ്പ് ഡ്രസ് ഇടണം, എന്ത് പഠിക്കണം, എവിടെ പോകണം, എല്ലാം റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. സോ ദേ സേ ദാറ്റ് ഫാമിലി ഈസ് ഇൻ ടോട്ടാലിറ്റി എന്താണ്, ഈസ് അഗെയിൻസ്റ്റ് വിമൻ, അല്ലെ? അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിൽ ബി സ്റ്റഡിങ് ലേറ്റർ. ഇപ്പം തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കുക ദാറ്റ് ദേ ആർ against, or they do not accept that family is good for women. They are of the opinion that family is the den of patriarchy, and it is where women get dominated a lot. Is it clear, everyone? Have you got the idea? ഇത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാത്തത് എന്താണ്, വിൽ ബി ഡിസ്കസിങ് ഇറ്റ് ലേറ്റർ. അപ്പൊ ആ സമയത്ത് ഇത് കുറച്ചും കൂടി ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, so these are the different theories that you need to understand. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can ask the doubt. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. So if you have any doubt, please do ask me. I'll be happy to clear all your doubts. Okay, so in that case, we'll wind up. Thank you so much, everyone. Take care. Thank you, Stay sir. safe, have fun, and see you in the next class. Bye bye. Thank you so much. Have a great evening. Bye.